പ്രാചീന കേരളത്തില് റോമൻ നാണയങ്ങളുടെ സ്വാധീനം. അതാണ് ഇന്നത്തെ വിഷയം. ആ വിഷയത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ എന്ത് സ്വാധീനം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം ഒരു വിദേശ നാണയങ്ങൾക്ക് നമ്മുടെ നാട്ടില് എന്താണ് അതിനൊരു സ്വാധീനം എന്നുള്ളത്. പക്ഷെ ആ സ്വാധീനത്തിന്റെ ചില വശങ്ങളെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത് പ്രധാനമായിട്ടും കാണുന്നത് ഞാൻ BC AD തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ പുതിയ ഇതിലൊക്കെ വരുന്നത് CE BCE എന്നാണ് വരുന്നത്. അപ്പൊ അത് പറയാനുള്ള ഒരു വിഷമം കൊണ്ട് ഞാൻ BC AD എന്ന് തന്നെ പറയുന്നത്. അപ്പൊ BC ഏകദേശം ഒരു 50 തൊട്ട് AD ഏകദേശം ഒരു 200 വരെ ഉള്ള ഒരു കാലഘട്ടമാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിലാണ് മുസിരസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെട്ടത്. അപ്പൊ ഈ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുന്നതിനുള്ള പ്രധാന കാരണം അവിടെ ജൂലിയസ് സീസറിന്റെ മരണശേഷം, ജൂലിയസ് സീസർ വരുന്നത് ഒരു ഏകാധിപതി അല്ലെങ്കിൽ റിപ്പബ്ലിക്കന്റെ നാശത്തിന് ശേഷം ഒരു ഏകാധിപത്യ പ്രവണതയുള്ള ഒരു രാജാവായിട്ടില്ല, ഒരു കോൺസലോ ഒരു മിലിറ്ററി ഡിക്റ്റേറ്ററോ ആയിട്ടാണ് റോം ഭരിച്ചിരുന്നത്. പക്ഷെ ജൂലിയസ് സീസറുടെ വധത്തിന് ശേഷം, അതായത് ജൂലിയസ് സീസറെ കുത്തിക്കൊന്നാണ് എല്ലാവർക്കും അറിയാം. BC 44 ജൂലിയസ് സീസർ വധിച്ചു. പക്ഷെ ജൂലിയസ് സീസർ വധിച്ചതിന് ശേഷം റോമൻ ട്രഷറി സ്വർണം കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു. റോമൻ പൗരന്മാര് കുറവേ ഉള്ളൂ. റോമൻ സാമ്രാജ്യം വലുതാണെങ്കിലും റോമൻ പൗരന്മാര് കുറവായിരുന്നു. ഏകദേശം ഒരു പൗരന് 150 കിലോഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ സമ്പാദ്യം തന്നെയാണ് ജൂലിയസ് സീസർ ശേഖരിച്ചു വെച്ച് പോയിട്ടുള്ളത്. ലോക ചരിത്രം തന്നെ പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രാചീന ലോകമായാലും ആധുനിക ലോകമായി കഴിഞ്ഞാലും ഇന്നും ആദ്യത്തെ 10 സമ്പന്നരിൽ ഒരാൾ ജൂലിയസ് സീസർ തന്നെയാണ്. അപ്പൊ അങ്ങനെ ജൂലിയസ് സീസറിന്റെ മരണശേഷം ജൂലിയസ് സീസർക്ക് മകളാണ് ജൂലിയ എന്ന് പറഞ്ഞിട്ടുള്ള മകളാണ്. പിന്നെ രണ്ടാമത് ജൂലിയസ് സീസറിന്റെ വെപ്പാട്ടി ക്ലിയോപാട്രയിൽ ഉണ്ടായ സിസേറിയനാണ്. അപ്പൊ ഒരു വിദേശ വനിതയെ വിവാഹം കഴിക്കുന്നതിനോ ഒരു വിദേശ വനിതയിൽ ജനിച്ച മകന് രാജ്യഭാരം കൊടുക്കുന്നതിനോ റോമിലെ വ്യവസ്ഥയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മകളാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിച്ചയച്ചു. അപ്പൊ അതുകൊണ്ട് സഹോദരി പുത്രനെ ഒക്ടേവിയന് അവകാശിയായിട്ട് വെച്ച് ഒക്ടേവിയന് ഭരണം കിട്ടണം. അപ്പൊ ആ ഭരണം കിട്ടുമ്പോൾ ഏകദേശം BC 27 അപ്പൊ BC 27 ഒക്ടേവിയൻ അഗസ്റ്റസ് സീസർ എന്ന പേരിൽ റോമിന്റെ ഭരണം ആരംഭിക്കണം. അന്ന് മുതൽ ഏകദേശം 200 വർഷം, കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ മാർക്കസ് ഔറേലിയസ് AD 180 മാർക്കസ് ഔറേലിയസിന്റെ കാലം വരെ റോം സമ്പത്തില് കുളിച്ചു നിന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇവിടെ ഒക്ടേവിയൻ അഗസ്റ്റസ് സീസറുടെ ഭരണം വന്നു കഴിഞ്ഞപ്പോൾ റോമിൽ കുമിഞ്ഞുകൂടിയ സമ്പത്തിനെ കുറിച്ചിട്ട് റോമൻ പൗരന്മാരും ഭരണാധിപന്മാരും പ്രഭുവർഗങ്ങളൊക്കെ വളരെയധികം വിരളി പൂണ്ടു. ഇത്രയധികം സ്വർണം നമ്മുടെ നാട്ടിൽ സമ്പാദ്യം ഉണ്ടെങ്കിൽ നമുക്കത് ചെലവഴിച്ചുകൂടെ? അങ്ങനെ അവരത് ചെലവഴിക്കാനുള്ള വ്യഗ്രത പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോൾ അത് കച്ചവടക്കാർ മുതലെടുക്കാനുണ്ടായത്. അപ്പൊ അന്ന് വരെ റോമൻ കച്ചവടക്കാർ പുറമേക്കൊന്നും കാര്യമായിട്ട് പോയിട്ടില്ല. കാരണം അവരിൽ സമ്പത്തില്ല. കാരണം ജൂലിയസ് സീസർ ഭരണം ഏറ്റെടുക്കുമ്പോൾ കടക്കാരനായിരുന്നു. പട്ടാളക്കാർക്ക് മാസം പോലും ശമ്പളം കൊടുക്കാൻ സാധിക്കാത്ത ഒരു ജൂലിയസ് സീസറാണ് നമ്മൾ കണ്ടേക്കണത്. പിന്നീട് ഇന്നത്തെ ആധുനിക സ്പെയിനിൽ നിന്നും ആഫ്രിക്കയിലുള്ള സ്വർണ്ണഖനികളൊക്കെ കൈവശമാക്കിയതിന് ശേഷമാണ് ജൂലിയസ് സീസർ സമ്പന്നാക്കിയാണ്. അപ്പൊ ഈ സ്പെയിനിൽ നിന്നും ഗാൾ എന്നാണ് പണ്ട് പറയുക, സ്പെയിനിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെ കിട്ടിയ സമ്പത്ത് ആണ് ഈ കുമിഞ്ഞുകൂടിയത്. അപ്പൊ അഗസ്റ്റസ് സീസറിന്റെ കാലം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സാമാന്യമായിട്ടും ഈ കച്ചവടക്കാർ ഇത് മുതലെടുക്കാൻ തുടങ്ങി. കാരണം ഇവർക്ക് എത്ര സാധനം കൊണ്ടുകൊടുത്താലും ഇവർ വാങ്ങിക്കും. അപ്പൊ ഇവർ ആദ്യമായിട്ട് തന്നെ ഏറ്റവും ആവശ്യമുള്ള കുരുമുളക് അന്വേഷിക്കാൻ തുടങ്ങി. ഈ കുരുമുളക് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരങ്ങനെ തന്നെ അവരുടെ കീഴിലുള്ള അലക്സാണ്ട്രിയയിലേക്ക് വന്നു. അപ്പൊ അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ളൊരു പോർട്ട് തന്നെയായിരുന്നു മിഡിൽ ഈസ്റ്റിൽ. അപ്പൊ ഈ അലക്സാണ്ട്രിയയിൽ വന്നു കഴിഞ്ഞിട്ട് അവിടെയുള്ള കച്ചവടക്കാരിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അവർ സൂയസ് കനാൽ മുറിച്ചു കടന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വന്നു. അങ്ങനെ അവിടെ നിന്ന് സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് അവര് മുസിരസിലേക്ക് എത്തിയത്. അപ്പൊ ആദ്യം മുസിരസിൽ വരുന്നുണ്ടെങ്കിലും മറ്റൊരു സ്ഥലം കൂടി ഇതിനോട് സമാന്തരമായിട്ട് തന്നെ റോമൻ കച്ചവടക്കാർ വന്നൊരു സ്ഥലമുണ്ട്. അത് നമ്മൾ ഇന്ന് പറയുന്ന ഏഴിമലയാണ്. മൂഷിക രാജാക്കന്മാരാണ് അവിടെ ഭരിച്ചിരുന്നത്. അവരും ഏകദേശം AD 160 കൂടി, അതായത് സെപ്റ്റിമസ് സെവറസ് എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടത്തിൽ ഇവിടത്തെ ശക്തി ക്ഷയിച്ചു. അപ്പൊ ഇവിടെ മൂഷിക രാജാക്കന്മാർ വടക്കും, അതായത് ആധുനിക കടത്തനാട് എന്നൊക്കെ പറയുന്നതിന്റെ ഒരു പ്രാചീന സ്ഥലമാണ് ഈ മൂഷിക രാജ്യം. ഇവിടെ ചേര രാജാക്കന്മാരും. അപ്പൊ ചേര രാജാക്കന്മാർ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ചേരരാജൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സമീപത്ത് കിടക്കുന്നതാണ്. അതായത് പെരിയാർ നദിയുടെ ആരംഭം മുതൽ, അതായത് മീനച്ചിലാറോ അല്ലെങ്കിൽ മണിമലയാറോ ഇല്ല, മീനച്ചിലാറ്, ലോവർ പെരിയാർ, അപ്പർ പെരിയാർ, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പെരിയാർ നദി വന്ന് അവസാനിക്കുന്നത് കൊടുങ്ങല്ലൂർ ഭാഗത്താണ്. അപ്പൊ ഈ ഭാഗത്ത് തന്നെ വിപുലമായ മലഞ്ചരക്കിനുള്ള സാധ്യതകൾ മനസ്സിലാക്കി ഈ റോമൻ കച്ചവടക്കാര് മുസിരസിലേക്ക് വരണം. അപ്പൊ അവർ ഈ മുസിരസിൽ വരുന്ന സമയത്ത് ആദ്യത്തെ രാജാവായിരുന്ന നമ്മൾ പറയും ഉദിയൻ ചരലാദൻ എന്ന് പറയാം. ഈ ഉദിയൻ ചരലാദൻ ആദ്യം ഭരിച്ചിരുന്നത് കുട്ടനാടാണ്.
അപ്പൊ നമ്മൾ പറയും ചേര രാജാക്കന്മാരുടെ ആസ്ഥാനം ഇന്നത്തെ തിരുവഞ്ചിക്കുളം, അതായത് വഞ്ചി എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. വഞ്ചി എന്ന് പറഞ്ഞ തലസ്ഥാനം. ഈ തിരുവഞ്ചിക്കുളം അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ ഭരിച്ചിരുന്നത്. അവിടെ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മൾ പറയുന്ന ഈ പട്ടണം. ഇന്നാണ് നമ്മൾ പട്ടണത്തെ കുറിച്ച് കേട്ടു തുടങ്ങിയിട്ടുള്ളൂ. പ്രാചീന കാലങ്ങളിൽ ഏറ്റവും ശക്തമായ ചേര രാജാക്കന്മാരുടെ കീഴിലുണ്ടായിരുന്ന 2 തുറമുഖങ്ങളാണ്, ഒന്ന് പട്ടണം, ഒന്ന് അങ്ങേപ്പുറത്ത് അറ്റത്ത് രാമനാഥപുരം. അപ്പൊ ഈ പ്രാചീന കാലത്ത് 4 രാജവംശങ്ങളിലുള്ളതിൽ 3 തമിഴന്മാരായിരുന്നു. തമിഴന്മാർ മീൻസ് തമിഴ് വംശജരാണ്, അതായത് ചേര, ചോള, പാണ്ഡ്യ. അതിൽ നമ്മുടെ സാമ്രാജ്യം എടുക്കുന്നത് ആധുനിക കോയമ്പത്തൂര്, സേലം, പൊള്ളാച്ചി, രാമനാഥപുരം, ഇങ്ങനെയുള്ള ഒരു വലിയൊരു സാമ്രാജ്യ സ്ഥലം തന്നെയായിരുന്നു നമ്മുടെ. പക്ഷെ ഈ 3 രാജാക്കന്മാരും തമ്മിൽ നിരന്തരം കലഹമായിരുന്നു. അങ്ങനെ അന്നത്തെ ഒരു കരികാല ചോളനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതിശക്തനായിട്ടുള്ള രാജാവായിരുന്നു. ഈ നമ്മുടെ സ്ഥാപകനായിട്ടുള്ള ഉദയൻ ചെരലാതനെ തോൽപ്പിച്ചു. ഈ തോൽക്കുന്നത് അന്ന് കാലത്ത് അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇയാള് സ്വയം ആത്മഹത്യ ചെയ്തു. ആദ്യത്തെ രാജാവ് മരിച്ചുപോയി. അതിനുശേഷം വന്നിട്ടുള്ള അയാളുടെ മകനായിട്ടുള്ള നെടുഞ്ചെരലാതനാണ്. ഈ നെടുഞ്ചെരലാതന്റെ കാലം വന്നപ്പോഴേക്കും തന്റെ അച്ഛന് പറ്റിയിട്ടുള്ള പിഴവുകളും മറ്റും മനസ്സിലാക്കിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ഭരണത്തിന് അടിത്തറയിട്ടു. അങ്ങനെ ഏകദേശം 10 രാജാക്കന്മാര് AD 100 മുതൽ AD 1 മുതൽ AD 100 വരെയുള്ള കാട്ടിലങ്കാലങ്ങളിൽ 10 രാജാക്കന്മാർ നമുക്ക് ഭരിക്കാൻ ഇവിടെ കൊടുങ്ങല്ലൂർ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് കൂടുതലും മനസ്സിലാക്കുന്നത് സംഘകാല കൃതികളിൽ നിന്നാണ്. അപ്പൊ സംഘകാലം എന്ന് പറയുമ്പോൾ ഈ ചേര, ചോള, പാണ്ഡ്യ, ആദ്യ ചോള, ആദ്യ പാണ്ഡ്യ, ആദ്യ ചേര, ഇവര് 3 പേരും ഭരിച്ചിരുന്ന സ്ഥലമാണ് ഈ സംഘകാലത്തിൽപ്പെട്ട സ്ഥലങ്ങള്. അപ്പൊ ഈ സംഘകാല കൃതികളിൽ നിന്ന് 10 അകനാനൂറ്, പുറനാനൂറ് ഇങ്ങനെയൊക്കെ പറയുന്ന കൃതികളിൽ നിന്നാണ് നമ്മൾ ഇത്തരം വിവരങ്ങൾ ശേഖരിക്കുന്നത്. പിന്നീട് നമുക്ക് വരുന്നതാണ് നമുക്ക് ഉത്ഖനനങ്ങളിൽ നിന്ന് കിട്ടുള്ള റോമൻ വസ്തുക്കള്, റോമൻ നാണയങ്ങളൊക്കെ. അപ്പൊ ഇവിടെ വന്ന് കച്ചവടക്കാർ ഈ തീരത്ത് വന്ന് ഇവിടെയുള്ള റോമൻ ട്രേഡ് ആരംഭിക്കണം. ഈ ട്രേഡ് ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ഒരു ഘട്ടം വരുന്നത് അഗസ്റ്റസ് സീസറും ടൈബീരിയസ് സീസറും കലിഗൂളയും ക്ലോഡിയസും നീറോ, ഈ 5 രാജാക്കന്മാർ ഒരു ഫാമിലിയിലുള്ള രാജാക്കന്മാരാണ്. നീറോ ചക്രവർത്തിയുടെ മരണം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നീറോ ചക്രവർത്തിനെ സെനറ്റ് വധശിക്ഷയ്ക്ക് വിധേയാക്കുക ചെയ്ത് ആ റോമ ചരിത്രത്തിൽ വളരെ അപൂർവ സംഭവമാണ്. കാരണം ശക്തനായിട്ടുള്ള രാജവംശത്തിന്റെ അടിത്തറയിലെ അവസാനത്തെ രാജാവാണ് നീറോ. നീറോനെ സെനറ്റ് വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ ഇദ്ദേഹം നാട് വിട്ടുപോയി ആത്മഹത്യ ചെയ്യണം. അപ്പൊ നീറോ ചക്രവർത്തിയുടെ പതനം വരെയുള്ള ഈ 5 രാജാക്കന്മാരുടെ കാലത്തെ നാണയങ്ങളാണ് നമുക്ക് ഈ കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും, അഗസ്റ്റസ് സീസർ BC 27 ഭരണം തുടങ്ങി നീറോ ചക്രവർത്തി AD 68 മരിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിലുള്ള എല്ലാവിധ നാണയങ്ങളും സമൃദ്ധമായിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അത് മുഴുവനും കിട്ടിയിട്ടുള്ളത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പെരിയാർ നദിയിൽ കൂടെ സഞ്ചരിച്ച് ഭൂമിയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. മൂവാറ്റുപുഴയാറിൽ നിന്ന്, പിന്നെ ലോവർ പെരിയാറിൽ നിന്ന്, അപ്പർ പെരിയാർ, ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് പോത്താനിക്കാട് എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരുന്നത്, പോത്താനിക്കാട് നിന്ന് 52 റോമൻ നാണയങ്ങൾ നമുക്ക് കിട്ടി. ഈ 52 റോമൻ നാണയങ്ങൾ ഏകദേശം 25 നമ്മുടെ എറണാകുളം ക്ലബിലുള്ള ഒരാൾക്ക് കിട്ടിയത്. അദ്ദേഹം അതൊരു പ്രത്യേക സമയം വന്നപ്പോൾ അതിൽ നിന്ന് നാണയങ്ങൾ എറണാകുളം ക്ലബിലുള്ള വേറൊരു വ്യക്തിക്ക് വിറ്റു. ആ വ്യക്തി വീണ്ടും തന്റെ പെരപണിക്കായിട്ട് വേറൊരു വ്യക്തിക്ക് വിൽക്കലും പിന്നീട് അത് കേസും കൂട്ടൊക്കെ ആയിട്ട് വലിയ ഇഷ്യൂ നടന്നിട്ടുള്ള ഒരു സംഭവം. വെള്ളി നാണയങ്ങള്. അതില് പക്ഷെ ഒരു അപൂർവ നാണയം ഉണ്ടായിരുന്നു, ജൂലിയസ് സീസറിന്റെ നാണയം ഉണ്ടായിരുന്നു. ജൂലിയസ് സീസറിന്റെ മുഖമുദ്ര ഒരു സ്ഥലത്ത് മറുവശത്ത് ക്ലിയോപേട്രയുടെയും ചിത്രമുള്ള ഒരു നാണയമാണ് ലോക ചരിത്രത്തിൽ തന്നെ അറിയപ്പെടുന്ന ദീനാരിയസ്. വെള്ളി നാണയങ്ങള് ദീനാരിയസ് എന്ന് പറയാം. ദീനാരിയസിലെ ഏറ്റവും അപൂർവം. അന്ന് കാലത്ത് ഈ വ്യക്തി അത് വിദേശത്ത് കടത്തി കൊണ്ടുപോയി 5 ലക്ഷത്തിന് വിറ്റു എന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചകളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഈ നാണയങ്ങളൊക്കെ പലതും എനിക്ക് നേരിട്ട് കണ്ട് പരിശോധിക്കാനും കാണാനൊക്കെ അവസരം കിട്ടി. ഞാൻ കുറച്ച് പിന്നാലെയൊക്കെ നടന്നു നോക്കിയിട്ടുണ്ട്, എനിക്കൊന്നും കിട്ടിയില്ല. അപ്പൊ ആദ്യത്തെ പൊസഷൻ ഉണ്ടായിരുന്ന ആള് നല്ല ശക്തനായിരുന്നു. അവിടെ നിന്ന് കൈമാറി. അപ്പൊ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ പിന്നെ നെടുങ്കണ്ടം, കട്ടപ്പന, അടിമാലി, നേര്യമംഗലം ഈ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഇത്തരം നാണയങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഒരു പക്ഷേ നേര്യമംഗലം ഭാഗത്തുള്ള ഹൈ റേഞ്ചിലുള്ള സായിപ്പന്മാരുടെ ബംഗ്ലാവുകളുടെ പരിസരത്തു നിന്നും അതുമാതിരി തന്നെ നദീതീരങ്ങളിൽ നിന്നും മണലൊക്കെ അരിക്കുന്നവർക്കാണ് പലർക്കും റോമൻ നാണയങ്ങൾ കിട്ടിയാണ്. അപ്പൊ ഈ മണലരിക്കുന്ന റോമൻ തൊഴിലാളികൾക്കൊക്കെ 1, 2, 3 ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ പെരിയാറിന്റെ പോഷക നദികളിലും പെരിയാറിന്റെ ആരംഭം മുതൽ, അതായത് അപ്പർ പെരിയാർ മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ഭാഗത്തു നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, റോമൻ കച്ചവടക്കാർ ഇവിടെ കപ്പലിൽ വന്ന് അവർ ചെറു കപ്പലുകളിൽ ഇത്തരം സാധനങ്ങളും കൊണ്ടുപോയി ഓരോ ഭാഗങ്ങളിൽ നിന്ന് മലഞ്ചരക്ക് കിട്ടാവുന്ന, പ്രത്യേകിച്ച് നമ്മൾ പറയില്ലേ ആനമല ആ ഭാഗത്തേക്കാണ് കൂടുതൽ അവർ പോയിട്ടുള്ളത്. അവിടെ നിന്ന് ഇത് ശേഖരിച്ചിട്ട് അവർ മടങ്ങി പോവുക ചെയ്തതാണ്. അപ്പൊ ഈ 1-ാം ചേര സാമ്രാജ്യത്തിലാണ് ഇത്തരം ഈ 4 പേരുടെ നാണയങ്ങൾ, അഗസ്റ്റസ് സീസറും ടൈബീരിയസ് സീസറും ക്ലോഡിയസും നീറോയും,
അതിന്റെ ഇടയിൽ ഒരാളും കൂടി ഉണ്ട്. അപ്പൊ ഈ 5 പേരുടെ നാണയങ്ങൾ അവിടെ നിന്ന് കിട്ടി. അപ്പൊ ആ കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ ചേര സാമ്രാജ്യത്തിന്റെ പതനം അവിടെ കഴിയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പിന്നീട് ചേര രാജ്യത്തു നിന്ന് നാണയങ്ങൾ, ഇത്തരം രാജാക്കന്മാരുടെ നാണയങ്ങൾ കിട്ടാതെ വന്നു? അപ്പൊ ഈ 5 രാജാക്കന്മാരുടെ നാണയങ്ങൾ വന്നു. അപ്പോ AD 68 കൂടിയിട്ട് റോമിലും അസ്ഥിരത കൈവരണം. നീറോ ചക്രവർത്തിക്ക് ശേഷം ശക്തനായിട്ടുള്ള ഒരാൾക്ക് റോം ഭരിക്കാൻ കഴിഞ്ഞില്ല. ആദ്യത്തെ വർഷം തന്നെ 2 ആളും, പിന്നത്തെ വർഷം 2 ആളായിട്ട് 4 പേര് ഭരിച്ചിട്ടും റോമിന് ഒരു സ്ഥിരത കൈവരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് തുടർന്നിട്ട് AD 69 വെസ്പേസിയൻ രാജാവായത് മുതൽ അടുത്ത രാജവംശം ആരംഭിക്കണം. അങ്ങനെ വെസ്പേസിയന്റെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് വരുന്ന ഒരു കാലഘട്ടം വരുന്ന, അതായത് അന്തോണിയസ് പൈസ വരെയുള്ള നാണയങ്ങളാണ് നമുക്ക് തൊട്ടപ്പുറത്ത് പട്ടണത്തിന് സമീപത്തുള്ള വള്ളുവള്ളിയിൽ നിന്ന് കിട്ടിയത്. അപ്പൊ ഈ വള്ളുവള്ളിയിൽ നിന്ന് കിട്ടിയ നാണയങ്ങൾ മുതലും വെസ്പേസിയൻ, മറ്റേ ടൈറ്റസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡൊമീഷ്യൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാജൻ, അല്ല നെർവ കഴിഞ്ഞ ട്രാജൻ കഴിഞ്ഞ സെപ്റ്റിമസ് സെവറസ് പറഞ്ഞ മാർക്കസ് ഔറേലിയസ്. ഈ 6 രാജാക്കന്മാരുടെ നാണയങ്ങൾ നമുക്ക് 2ാം ഘട്ടം കിട്ടിയത്. അപ്പൊ ഇവരുടെ കാലഘട്ടം വരുന്നത് AD 69 വെസ്പേസിയൻ മുതൽ AD 180 വരെയുള്ള കാലഘട്ടത്തില്. ഒക്കെ അവിടെ ഇരുന്ന് നോക്കണേ അല്ലേ? അതില് അല്ലേ തെറ്റുവരില്ല. പറയുന്നത് വള്ളുവള്ളി ഇല്ല. വള്ളുവള്ളിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള 252 സ്വർണ്ണ നാണയമാണ്. പലരും എക്സാജറേറ്റ് ചെയ്ത് പല കഥകളും പറയുന്നുണ്ടെങ്കിലും 108 നാണയം ഗവൺമെന്റ് റിക്കവറി നടത്തി. അത് നമ്മുടെ കോയിക്കൽ കൊട്ടാരത്തിൽ നെടുമങ്ങാട് ഇരിക്കുന്നുണ്ട്. അതിൽ ഏകദേശം പല നാണയങ്ങളും. അപ്പൊ ഈ കിട്ടിയ നാണയങ്ങൾ, ഈ പട്ടണത്തിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ തിരുവഞ്ചിക്കുളത്ത് നിന്ന് 9 കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ പട്ടണം തുറമുഖമായി. അപ്പൊ വിദേശ രാജ്യത്ത് നിന്ന് വരുന്ന എല്ലാ കച്ചവടക്കാരും പട്ടണത്തിലേക്ക് വന്നിരുന്നത്. പക്ഷെ നമ്മൾ അത് കൂടുതലും പറവൂരിന്നും ചേന്ദമംഗലം കണക്ഷനിൽ പറവൂര് നിധിന്നും വള്ളുവള്ളി നിധി എന്നൊക്കെ പറയും. അപ്പൊ പട്ടണത്തിൽ നിന്ന് കിട്ടിയ നിധിയായിട്ടാണ് നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 7 രാജാക്കന്മാരുടെ നാണയങ്ങൾ എങ്ങനെ വിനിയോഗിക്കപ്പെടാതെ മിന്റ് റോമൻ കോയിൻസ് കിട്ടിയത്? ലോക ചരിത്രത്തിൽ ലോകത്തിൽ ഒരു സ്ഥലത്തും റോമൻ പ്രവിശ്യകളിൽ നിന്ന് മിന്റ് നാണയം കിട്ടിയിട്ടില്ല. അപ്പൊ ഈ കിട്ടിയ 252 നാണയങ്ങൾ എങ്ങനെ മിന്റായി എന്നുള്ളൊരു ചോദ്യം വരും. അപ്പൊ മിന്റായ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം ചരിത്രകാരന്മാരും രചനകളൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തികളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്, ഇവിടെ അവസാന ചേര രാജാക്കന്മാരുടെ കാലഘട്ടം 100 കഴിഞ്ഞപ്പോൾ ഈ വന്നിട്ടുള്ള നാണയങ്ങളൊക്കെ AD 69 മുതൽ AD 180 അപ്പൊ ചേരരാജ ഇവിടെ കഴിഞ്ഞു. അവസാനത്തെ ചേരരാജാവായിട്ടുള്ള ചോറ്റുതീയൻ അങ്ങനെയൊക്കെ പറയുന്ന ഒരു രാജാവുണ്ട്. അയാൾ ഇവിടുന്ന് പലായനം ചെയ്ത് നിവൃത്തിയില്ലാണ്ട് അങ്ങനെ പലായനം ചെയ്തിട്ട് നമ്മുടെ ചാലക്കുടി ഭാഗത്തോടു കൂടി പോയിട്ട് ആനമല ക്രോസ് ചെയ്ത് പൊള്ളാച്ചിയിൽ കടന്ന് അവർ കരൂര് നദിക്ക് എത്തി. അങ്ങനെ കരൂര് 2ാമത്തെ തലസ്ഥാനാക്കിയിട്ട് അവിടുന്ന് ദീർഘകാലം അവരവിടെ ഭരിച്ചു. പക്ഷെ കരൂരിലേക്കൊന്നും റോമൻ കച്ചവടക്കാർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് റോമിന്റെ ഒരു തകർച്ച വേറെ വരുന്നുണ്ട്, അത് സൂചിപ്പിക്കാം. അപ്പോ ഈ നാണയങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റാതെയാണ് നമുക്ക് കിട്ടിയത്. ഒരു കുടത്തിൽ നിന്ന്, ഒരു വിധവയുടെ ഒരു പറമ്പിൽ നിന്ന് മണ്ണെടുക്കുമ്പോഴാണ് കിട്ടിയത്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയധികം നാണയങ്ങൾ അവിടെ വന്നു? ഒരു കേരളീയൻ തന്നെയാണ് അന്നും പറയുന്നത്. കാരണം ഏറ്റവും ആദ്യം കേരളം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് മൗര്യ രാജാവായ അശോകനാണ്. നമ്മളെ കേരളപുത്രന്മാരെന്നാണ് അന്ന് പറയാം. അപ്പൊ ഈ കേരളപുത്രന്മാരെന്ന് പറയുന്ന നമ്മൾക്ക് എങ്ങനെ ഇത്ര അധികം വലിയൊരു ശേഖരം എടുത്തു വെക്കാൻ കഴിവുള്ളത് ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ചേരരാജ്യത്താണെന്നുണ്ടെങ്കിൽ വളരെ നോമിനലായിട്ട് വെള്ളി നാണയവും ചെമ്പ് നാണയ പ്രചാരത്തിലുണ്ടായിരുന്നുള്ളൂ. അതും ജനങ്ങൾക്ക് അത്ര സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. ഈ ചെമ്പ് നാണയങ്ങളിൽ കാണുന്നത് ഒരു വശത്ത് റോമൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക ചിഹ്നമായിട്ടുള്ള അമ്പും വില്ലും, മറുവശത്ത് ആനയാണ്. അപ്പൊ ഈ അമ്പും വില്ലും അവരുടെ കുലചിഹ്നം ആന. അപ്പൊ ആന ഒരു പക്ഷെ പറയുന്നത് ഈ സഖ്യഘട്ടങ്ങളിൽ മുഴുവൻ ആനകളല്ലേ. അപ്പൊ തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ ശക്തിയും അതുകൊണ്ട് തന്നെ ആനപ്പട്ടാളത്തിന്റെ ബലം കാണിക്കാനാണ് ഏകദേശം 69 ആനകൾ വരെ അന്നത്തെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. അത് കാണിക്കാനായിരിക്കും ഒരു പക്ഷേ ചേരരാജാക്കന്മാർ ഈ രണ്ടും വെച്ചത്. വെള്ളി നാണയം വളരെ ദുർലഭമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഉത്ഖനനങ്ങളിൽ നിന്ന് വെള്ളി നാണയങ്ങൾ അധികം കിട്ടിയിട്ടില്ല. അപ്പൊ ചേരരാജ്യത്തിൽ വെള്ളി ഉണ്ടായിരുന്നു, ചെമ്പുണ്ടായിരുന്നു. ചെമ്പ് ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരുടെ കയ്യിലുണ്ടായിരിക്കും. അത് കരൂർ ബെഡിൽ നിന്ന് കിട്ടിയ ചെമ്പായിരിക്കാം, മുസിരസ് ബെഡിൽ നിന്ന് കിട്ടിയത് വളരെ കുറവായിരിക്കും. ആദ്യകാല നാണയങ്ങൾ വരെ ചുരുക്കണം. അപ്പൊ അന്ന് കാലത്താണെങ്കിൽ കേരളത്തില് ജാതി വ്യവസ്ഥയില്ല. വടക്കൻ ഭാഗത്ത് നിന്നുള്ള ആര്യന്മാരുടെ അധിനിവേശം കേരളത്തിൽ എത്തിയിട്ടില്ല. അപ്പൊ BC 50 മുതൽ 200 വരെയുള്ള കാലഘട്ടങ്ങളിൽ അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നൊക്കെ പാണര്, പറയര്, വേടര് ഈ ആളുകളാണ്. ഈവൻ ചേരരാജാക്കന്മാര് പോലും ഈ ഘടനയിൽ പെട്ടിട്ടുള്ളവരാണ്. അപ്പൊ ഇവരൊക്കെ ജീവിച്ചു വന്നിരുന്നത് സാധാരണ ഒരു സാമ്പത്തിക ജീവിതം, അതായത് മത്സ്യം പിടിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഗ്രാമജീവിതമാണ് ഇവർ നയിച്ചിരുന്നത്. പക്ഷെ റോമൻ നാണയങ്ങളുടെ സ്വാധീനം വന്നതോടുകൂടിയിട്ട് ഇവർ കൂടുതൽ കടന്ന് ചിന്തിക്കാൻ തുടങ്ങി. റോമൻ നാണയങ്ങളുടെ സ്വർണത്തിന്റെ പളവളപ്പും വെള്ളിയുടെ പളവളപ്പൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് അതിനെക്കുറിച്ച് ബോധവൽക്കരണം വന്നു. അങ്ങനെ ഇവര് ചേരരാജ്യത്തിന് മുഴുവനും ഇതൊരു വിനിമയ മാർഗമായിട്ട് വന്നു. ചേരരാജ്യത്തിന്റെ രാജാക്കന്മാരായിട്ടുള്ള ഈ അമ്പുമില്ലേന്ത്യ നാണയത്തിനൊന്നും ഒരു വിലയില്ലാണ്ടായി. അപ്പൊ പ്രത്യേകിച്ച് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
റോമൻ നാണയങ്ങളുടെ പരിശുദ്ധി, സ്വർണ്ണ നാണയത്തിന്റെ പരിശുദ്ധി അത്യപൂർവമാണ്. അന്ന് കാലത്ത് ആർക്കും അവകാശപ്പെടാൻ പറ്റിയിട്ടില്ല. ഏകദേശം 8-ാം നൂറ്റാണ്ട് വരെ ഏറ്റവും പരിശുദ്ധിയുള്ള ഒരു നാണയമായിരുന്നു റോമൻ, നമ്മൾ പറയും ഓറിയസ് എന്ന് പറയാം റോമൻ സ്വർണ്ണ നാണയത്തിന്. അപ്പൊ അന്ന് കാലത്ത് ഒരു റോമൻ സ്വർണ്ണ നാണയം എന്ന് പറയുന്നത് ഒരു പവന് തുല്യമാണ്. അന്ന് 7.2 ആണ് ഒരു പവൻ. ഹാഫ് സോവറിൻ എന്ന് പറയുന്നത് 3.6. അപ്പൊ ഹാഫ് സോവറിൻ ഇല്ല, പകരം നമ്മുടെ ദീനാരിയസ് 3.6. അതിൽ ചെറിയൊരു വേരിയേഷൻ, ഒരു പോയിന്റ് മില്ലിയൊക്കെ വ്യത്യാസം വരുള്ളൂ. അപ്പൊ ഈ നാണയങ്ങൾ ഇവർ സ്വീകരിക്കുന്നതോടുകൂടി തന്നെ ഈ സ്വർണത്തിനോടുള്ള വിവരം അവർക്ക് മനസ്സിലായി. കാരണം ഇന്ത്യയിൽ തന്നെ സ്വർണം വളരെ അപൂർവമായിരുന്നു, നമുക്ക് സ്വർണ്ണമൊന്നും അധികം കിട്ടിയിട്ടില്ല. ഈജിപ്തുമായുള്ള ഇൻഡസ് വാലി സംസ്കാരത്തിലുള്ള കച്ചവടത്തിൽ കൂടെയാണ് നമ്മൾ ഈ സ്വർണം തന്നെ ഇന്ത്യക്കാർ കാണുന്നത്. പക്ഷെ അതിനൊരു അപവാദമായിട്ട് പണ്ട് പറയും ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന സ്വർണ്ണ കൊട്ടാരത്തിലാണ്. കാരണം ശ്രീകൃഷ്ണന്റെ അയോധ്യ അല്ല, ദ്വാരക. ഈ ദ്വാരക എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നു, ശ്രീകൃഷ്ണനെ കടല് എടുത്തു പോയി എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു സബോർഡിനേറ്റ് ആയിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പൊ മിത്താണ്. അപ്പൊ ശ്രീകൃഷ്ണന്റെ അവിടുത്തെ കൊട്ടാരം 2500 കിലോ സ്വർണം ഉൾപ്പെട്ടിട്ടുള്ള ഒരു കൊട്ടാരമായിരുന്നു പറയുന്നുണ്ട്. പക്ഷെ അവിടെ തന്നെ വേറൊരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു വരാം. ഈ സ്ഥലം എങ്ങനെ കൃഷ്ണന് കൈവശം വന്നു എന്ന് ആർക്കും അറിയില്ല. ഇവിടെ ഇരിക്കുന്ന, ഞാൻ വെല്ലുവിളിക്കല്ല, ഹിന്ദു മെമ്പർമാർക്ക് പോലും കഴിയില്ല. അതിന്റെ പിന്നിൽ ഒരു രസകരമായിട്ടുള്ള ഒരു മിത്തോ ചരിത്രമോ കഥ എന്തെങ്കിലും ആവട്ടെ. ഇവര് ജനിച്ചത് മധുരയിലാണ്. അപ്പൊ അമ്മാവനാണ് അവിടെ ഭരണം നടത്തുന്നത്. അപ്പൊ അമ്മാവന്റെ ഭരണത്തിൽ പൊറുതി മുട്ടി കഴിഞ്ഞപ്പോൾ പെങ്ങളും മക്കളൊക്കെ കൂടിയിട്ട് തീരുമാനം എടുത്തു, അല്ലെങ്കിൽ ദൈവിക നിയോഗം കൊണ്ട് കംസനെ വധിക്കാൻ തീരുമാനിച്ച് കംസനെ വധിച്ചു. അങ്ങനെ കംസനെ വധിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് കംസന്റെ അനുയായികളിൽ വരുന്ന പ്രതിഷേധത്തെ ഭയന്ന് യദുകുലത്തിൽപ്പെട്ട എല്ലാ ജനങ്ങളും കൂടിയിട്ട് കൃഷ്ണൻ അവിടെ നിന്ന് നാടുവിടണം. അങ്ങനെ നാടുവിട്ടിട്ടാണ് ഗുജറാത്തിലേക്ക് വരുന്നത്, ദ്വാരക ഏറ്റെടുത്തത്. പക്ഷെ ഈ ദ്വാരക എങ്ങനെ വന്നു? അവിടെ ഏകദേശം 5000 ഏക്കറോളം സ്ഥലം, ഇന്നത്തെ ഒരു എക്സാജറേറ്റ് ചെയ്ത് പറയാന്ന് വിചാരിച്ചാൽ മതി, തെളിവൊന്നുമില്ല, കുചേലൻ സംഭാവന കൊടുത്തതാണ്. ഈ കുചേലൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ധാരണ ദരിദ്രൻ എന്നാണ്. അല്ല, അന്ന് കാലത്ത് പ്രാചീന കേരളത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും ധനവാനായിട്ടുള്ള ഒരു മനുഷ്യന്റെ മകനാണ് ഈ കുചേലൻ. കുചേലന്റെ കുചേലന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ, കുചേലൻ ഇവിടുന്നും ശ്രീകൃഷ്ണൻ മധുരയിലും, അതിന്റെ മധ്യത്തിലാണ് അന്ന് കാലത്ത് ഏറ്റവും നല്ല കലാശാലകൾ ഉണ്ടായിരുന്നത്. ഇവര് ഉജ്ജയിനിക്ക് സമീപത്താണ് പഠിച്ചിരുന്നത്, ഏതൊരു സന്ദീപ മഹർഷിയുടെ കീഴില്. അപ്പൊ ഇവര് രണ്ടുപേരും ഇവിടെ വെച്ചിട്ട് ചെറുപ്പത്തില് കൂട്ടുകാരും സതീർത്ഥരാണ്. അങ്ങനെ ഇവര് പഠനം കഴിഞ്ഞ് വേർപിരിയുമ്പോൾ കുചേലൻ സമ്മാനം കൊടുത്തതാണ് ഈ 5000 ഏക്കർ സ്ഥലം. ഈ 5000 ഏക്കർ സ്ഥലം കൊടുത്തിട്ട്, അപ്പൊ കുചേലന്റെ വീട് ഇന്നത്തെ ആധുനിക ഗാന്ധിജിയുടെ വീടിന്റെ അടുത്ത്. അപ്പൊ നമുക്ക് പോർബന്തറിൽ കുചേലന്റെ വീട് അവകാശപ്പെടാം. ഇന്നും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കുചേലന്റെ ഭവനം നിന്നിരുന്ന സ്ഥലം കാണാൻ പറ്റും, ഗാന്ധിജിയുടെ വീട് കാണാൻ പറ്റും, നവനഗർ രാജാക്കന്മാരെയും പ്രത്യേക ചരിത്ര രേഖകളൊക്കെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ വന്ന് ഇവര് രണ്ടുപേരും അങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ തന്നെ തിരിച്ചു വരാം. അപ്പൊ ഈ റോമ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള ഈ റയറായിട്ടുള്ള നാണയങ്ങൾ, മിന്റ് നാണയങ്ങൾ നമുക്ക് കിട്ടിയത് പട്ടണത്തിൽ നിന്നാണ്. അപ്പൊ ഈ പറഞ്ഞ രാജാക്കന്മാരെ കിട്ടി. അപ്പൊ ആ സമയത്ത് റോമിന്റെ കച്ചവടം മുസിരസായിട്ടുള്ളത് തകർന്നു. അതിന് പ്രധാന കാരണം പറയുന്നത് നേത്രാവതി പുഴ പറയും നമ്മള്, നേത്രിയാസ് എന്നാണ് പണ്ട് പറയാം. ഈ നേത്രിയാസിൽ മുഴുവനും കടൽ കൊള്ളക്കാരാണ്. അപ്പൊ ഇന്ന് പറയുന്ന നമ്മള് സുഡാനിലും മറ്റോരുള്ള കടൽ കൊള്ളക്കാരന്മാരാണ്. ഇവരെ ലക്ഷ്യം മുഴുവനും റോമൻ കപ്പൽ തകർക്കലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നത്, ചരിത്രകാരന്മാർ എഴുത്തുകാരൊക്കെ പറയുന്നത്, ഇവര് കൊണ്ടുവരുന്ന നിധിശേഖരം, അതായത് സ്വർണ്ണ നാണയങ്ങൾ, അത് നമ്മൾ വിചാരിക്കുന്ന മാതിരി കച്ചവടക്കാർ അരയിൽ വെച്ചിട്ടല്ലേ കൊണ്ടുവരാം. വലിയ വീപ്പകളിൽ, ജാറുകളിലെ കൊണ്ടുവരാം. അതിശക്തമായ മെറ്റലിന്റെ ശക്തിയുള്ള ജാറിൽ നാണയങ്ങൾ കൊണ്ടുവന്ന് ഇവരാദ്യം തന്നെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചിടും. കാരണം അവർക്കറിയാം ഏത് നിമിഷം ഈ നേത്രിയാസിൽ നിന്ന് വരുന്ന കടലക്കൊള്ളക്കാരെ അലക്കുവരെ, ഇവർക്ക് അവരെ തിരിച്ചു ചെയ്യാൻ പറ്റില്ല, കച്ചവടക്കാരാണ്, സൈനിക ബലമില്ല. സൈനിക ബലത്തെ കുറിച്ചിട്ടും റോമൻ പ്രതിനിധിയെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ കടൽക്കൊള്ളക്കാരെ ഭയന്ന് കുഴിച്ചിട്ടിട്ട് ഏതെങ്കിലും കാരണവശാല് കടൽക്കൊള്ളക്കാരുടെ ആക്രമണത്തിൽ ഇവരെ കപ്പൽ തകരി ഇവർ വധിക്കുക ചെയ്തിരിക്കുക എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ബൃഹത്തായിട്ടുള്ള സ്വർണ്ണ നാണയങ്ങൾ നമുക്ക് പട്ടണത്തിൽ നിന്ന്, അല്ലെങ്കിൽ പട്ടണത്തിന്റെ സമീപത്തുള്ള വള്ളുവള്ളിയിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ അപ്പൊ നമുക്ക് ഈ ചേര സാമ്രാജ്യത്തിന്റെ പതനം റോമാ പതനം എന്ന് പറഞ്ഞ രാജാവ് അവസാനം പലായനം ചെയ്തു, കരൂർക്ക് പോയി, റോമാ സാമ്രാജ്യം ഇവിടെ അവസാനിച്ചു. അപ്പൊ ഇവർക്ക് പ്രധാനമായിട്ട് ആവശ്യമുണ്ടായിരുന്നു കുരുമുളകിന്റെ കൂടെ, കുരുമുളക് അവർക്ക് മാംസം പ്രിസർവ് ചെയ്യാനും അതുമാതിരി തന്നെ ഭക്ഷണത്തിൽ ഇടാനാണ് അവർ കൊണ്ടുവരുന്നത്. പിന്നെ അവർ ചുക്ക്, ഏലം, കറുവപ്പട്ട, ഇത് കൂടാതെ തന്നെ അപൂർവ വസ്തുക്കളായിട്ടുള്ള ആനക്കൊമ്പ്, ചന്ദനം, കല്ലുകള്, പല കളറിലുള്ള വർണ്ണക്കല്ലുകള്, പിന്നെ കൊണ്ടുപോയിട്ടുള്ളത് പെറ്റുമൃഗങ്ങൾ, അതായത് കുരങ്ങൻ, മയില്, അങ്ങനത്തെ ജീവികൾ. അപ്പൊ ഇതിനൊക്കെയാണ് അവരോട് വന്നിരുന്നത്. കാരണം റോമിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വർണ്ണം ഒഴുകാണ്.
ജൂലിയസ് സീസർ ശേഖരിച്ചു വെച്ചുള്ള അനർഹമായ നിധി ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കച്ചവടക്കാരെ ചെല്ലുമ്പോഴേക്കും റോമൻ പൗരന്മാർ വന്ന് ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടണം. അപ്പൊ ഇവിടെ നമുക്ക് മധ്യ കേരളത്തിൽ മുഴുവനും റോമിന്റെ നാണയങ്ങളാണ് കൈകാര്യം ചെയ്തിരുന്നത്. കാരണം സ്വീകാര്യത റോമൻ നാണയങ്ങൾക്കായിരുന്നു. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും, ചേര സാമ്രാജ്യത്തിന്റെ കീഴില് ചേര രാജാക്കന്മാരുടെ ചെമ്പ് നാണയങ്ങൾക്കും വെള്ളി നാണയങ്ങൾക്കും ഉണ്ടായിരുന്നേക്കാൾ സാധുതയും സ്വാധീനവും റോമൻ നാണയങ്ങൾക്ക് ഒരു വിനിമയ നാണയങ്ങളായിട്ട് മധ്യ കേരളത്തിൽ നിലനിന്നിരുന്നു. അപ്പൊ അങ്ങനെ ചേര സാമ്രാജ്യത്തിന്റെ നാണയങ്ങളുടെ സ്വാധീനം അവിടെ വന്നു കഴിഞ്ഞു, നമുക്കത് നിഷേധിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ വടക്കോട്ടാണ് പോണത്. അപ്പൊ തെക്കോട്ടേക്ക് പോകുമ്പോൾ അത് തമിഴ്നാടായിട്ട് ലയിച്ച് അങ്ങോട്ട് പോയി. പിന്നെ നമുക്ക് അവിടെ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പമ്പയുടെ തീരത്താണ്. ഇപ്പം മണിമലയാറ്, അച്ചൻകോവിലാറ്, ഈ സ്ഥലത്തൊക്കെ നമുക്ക് കുറച്ച് നാണയങ്ങൾ കിട്ടിയിട്ടുണ്ട്. മറ്റേ കുമ്പളത്തുനിന്ന്, ആലപ്പുഴ തീരത്തുനിന്ന്. ആലപ്പുഴ വലിയൊരു കച്ചവട കേന്ദ്രമായിരുന്നു. നമ്മൾ ബറേക്കാന്നൊക്കെയാണ് പറയുന്ന കാലത്ത് ആ ഭാഗത്തുള്ള കച്ചവട കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വിട്ടിട്ട് നമുക്ക് മുകളിൽ കരമനയാറെന്നോ ഇത്തിക്കരയാറ്, വാമനയാറ്, കല്ലടയാറ്, നെയ്യാറ്, ഇവിടെ നിന്നും നമുക്ക് നാണയങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പൊ ലിമിറ്റ് വരുന്നത് ഏകദേശം ആലപ്പുഴ വരെ. അപ്പൊ നദീതീരങ്ങളിൽ നിന്നുള്ള ഒരു ശേഖരങ്ങളും നദീതീര കച്ചവട വ്യവസ്ഥിതിയാണ് അന്ന് ഇവിടെ കേരളത്തിൽ നിന്ന്. ഇനി ഇങ്ങേപ്പുറത്തേക്ക് വരുമ്പോൾ അപ്പൊ ഇവിടെ ഏഴിമല രാജാക്കന്മാര്. ഈ ഏഴിമല രാജാക്കന്മാരിനെ കുറിച്ച് നമുക്കറിയാം, അതുലന്റെ മൂഷകവംശം എന്ന് പറയുന്ന ഒരു കൃതി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഏഴിമല രാജാക്കന്മാരുടെ കൃതികളിൽ നിന്നൊക്കെ നമുക്ക് റോമായിട്ടുള്ള കച്ചവട ബന്ധങ്ങളെ കുറിച്ചിട്ട് ശക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. പക്ഷെ അവിടെ നമുക്ക് കാണുന്നത് മൂന്ന് പ്രധാനപ്പെട്ട നദി, ഒന്ന് ചന്ദ്രഗിരി പുഴ, ഒന്ന് വളപട്ടണം പുഴ, മൂന്ന് കല്ലായി പുഴ. ഈ തീരങ്ങളിലും അവർ വന്ന് കൈവച്ചിട്ടുണ്ട്. കൂടാതെ കുറച്ചും കൂടി മാറി നീളാ നദി ഭാരതപ്പുഴയുടെ പോഷക നദിയായിട്ടുള്ള ഗായത്രി പുഴ, ഇവിടെ വളപട്ടണത്തിന്റെ പോഷക നദിയായിട്ടുള്ള ഇരിട്ടിപ്പുഴ, ഇവിടെ നിന്നൊക്കെ നാണയങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയതിൽ വെച്ചിട്ടുള്ള ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ നിധി ഇരിട്ടിപ്പുഴയുടെ തീരത്താണ് കിട്ടിയത്. അന്നത്തെ കോട്ടയം താലൂക്കിൽ പെടുന്ന ഇരിട്ടിപ്പുഴയുടെ തീരത്താണ് നമുക്ക് ഏറ്റവും വലിയ നിധി കിട്ടിയത്. ഏകദേശം 5 തലച്ചുമട് സ്വർണ്ണ നാണയങ്ങൾ കിട്ടി. അത് പറയാനുള്ള പോയിന്റിലേക്ക് അടുത്തത് എത്തിക്കൊണ്ടിരിക്കണം. ഈ 5 തലച്ചുമട് പറഞ്ഞ ഒരു തലച്ചുമട് എത്രയാണെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? ഒരു ഹെഡ് വെയിറ്റ്, അതായത് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് ഒരു തലച്ചുമട് എത്ര കിലോനാന്ന് വിവേഷിക്കാൻ പറ്റും ആർക്കെങ്കിലും? ആർക്കും പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ്. 50 കിലോ തെറ്റാണ്. ദിനേശിന് 50 കിലോ നിലത്ത് വെച്ചാൽ സ്വയം എടുത്ത് തലയിൽ വെക്കണം, പറ്റില്ല. 20 കിലോനാണ്. അപ്പൊ 5 ഹെഡ് വെയിറ്റ് നാണയങ്ങൾ കിട്ടിയെന്നാ പറയുന്നത്. അത് മുഴുവനും സ്വർണ്ണ നാണയങ്ങളാണ്. ഈ സ്വർണ്ണ നാണയങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ അഗസ്റ്റസ് സീസറിന്റെ കാലം തൊട്ട് മാർക്കസ് ഔറീലിയസ് അതിൽ പെട്ടിട്ടില്ല. സെപ്റ്റിമസ് സെവറസ് വരെയുള്ള ഏകദേശം 200, 250, 200 കൊല്ലത്തെ നാണയങ്ങളാണ് അവിടെ നിന്ന് കിട്ടിയത്. അവിടെ നേരത്തെ പ്രയോഗിച്ച നമുക്ക് ഫൈൻഡിങ്സ് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടണുള്ളൂ. കാരണം നേത്രാവതി പുഴ അവിടെ അടുത്താണ്. നേത്രാസിൽ നിന്ന് വരുന്ന ജനങ്ങൾ കൊള്ളടിക്കും. അപ്പൊ ഇവരെന്ത് ചെയ്തു? വളപട്ടണം തീരത്ത് ഇത് കുഴിച്ചിട്ടു, ഇരിട്ടിപ്പുഴയുടെ തീരത്ത്. ആ നിധിയാണ് 1847 കിട്ടിയിട്ട് നമുക്ക് 4 വർഷം പുറലോകം അതിനെ കുറിച്ച് അറിയേണ്ട 1851 ഇങ്ങനെ ഒരു നിധി കിട്ടിയത് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഇവിടുന്ന് കിട്ടിയ നാണയങ്ങളിലൊക്കെ ഈ സ്വർണ്ണ നാണയങ്ങളാണ്. അത് സമൃദ്ധമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതേ സ്ഥാനത്ത് നമുക്ക് കൊടുങ്ങല്ലൂരിൽ നിന്ന് കിട്ടിയ നാണയങ്ങളിലാണെങ്കിലോ നമുക്ക് ഈ ട്രാജന്റെയോ ടൈറ്റസിന്റെയോ നെറവയുടെ നാണയങ്ങളും നമുക്ക് അധികം കിട്ടിയിട്ടില്ല. കാരണം ടൈറ്റസ് 2 കൊല്ലം ഭരിച്ചുള്ളൂ, നെറവ 2 കൊല്ലം ഭരിച്ചുള്ളൂ. അപ്പൊ കുറച്ചു കാലത്തിൽ ഭരിച്ച റോമൻ ചക്രവർത്തിമാരുടെ നാണയങ്ങളൊന്നും തന്നെ കേരളത്തിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് സെപ്റ്റിമസ് സെവറസും മാർക്കസ് ഔറേലിയസും വെസ്പേസിയനൊക്കെ കണ്ടമാന കാലം ഭരിച്ചു. അതുകൊണ്ട് തന്നെ ആ നാണയങ്ങൾ ഇവിടെ കൂടുതലായിട്ട് കിട്ടി. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ നാണയങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടി. ഈ നാണയങ്ങൾ കിട്ടി വരുമ്പോൾ അത് നമുക്ക് പണ്ട് കാലത്ത് ഏഴിമലയായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളായിട്ടാണ് അവർ കണക്കൂട്ടിയിരുന്നത്. അപ്പൊ ഇവിടെ എന്നുണ്ടെങ്കിൽ AD 200 മാർക്കസ് ഔറേലിയസിന്റെ കാലത്തോടുകൂടി റോമൻ സമ്പാദ്യമൊക്കെ ഏകദേശം കഴിഞ്ഞു. റോമൻ ട്രഷറി ഡിപ്ലീറ്റ് ആയി എന്നാ പറയുന്നത്. അത് മുഴുവനും കേരളത്തിലേക്ക് വന്നിട്ട്. അപ്പൊ ഈ ഡിപ്ലീറ്റ് ആയ സമയം കഴിഞ്ഞോടുകൂടി തന്നെ റോമൻ സ്വാധീനം കഴിഞ്ഞു ആ മാർക്കസ് ഔറേലിയസിന്റെ കാലം തൊട്ട്. അതിനുശേഷം അന്തചിത്രങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് AD 476 യഥാർത്ഥ റോമൻ സാമ്രാജ്യം നശിച്ചുപോയി. പകരം കിഴക്കൻ റോമൻ സാമ്രാജ്യം 1453 തുർക്കികളെ കീഴടക്കുന്നതുവരെ നിലനിന്നു. അപ്പൊ ഇവിടുന്ന് കിട്ടിയ നാണയങ്ങളിലും പറയുന്നുണ്ടെങ്കിൽ അവിടെയും നാണയം ഉണ്ടായിരുന്നു. മൂഷിക രാജാക്കന്മാരും ഏഴിമല അടിസ്ഥാനമാക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാരും നാണയം അച്ചടിച്ചിറക്കിയിട്ടുണ്ട്. സേതുവിനുണ്ടെങ്കിൽ ഒരു നല്ല പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. കാരണം അവരച്ചടിച്ച നാണയങ്ങളിൽ ശംഖായിരുന്നു ചിഹ്നം. ഈ ശംഖ് നാണയത്തിന്റെ മൂഷിക രാജ്യത്തെ കുറിച്ചിട്ടൊന്നും നമ്മൾ ആരും കടന്നു ചെല്ലാത്തൊരു ടോപ്പിക്കാണ്. അപ്പൊ ഈ നാണയങ്ങളുണ്ടായിരുന്നു നമുക്ക് അതുലന്റെ മൂഷിക വംശത്തിൽ നിന്നും മറ്റു സമാന്തര വിദേശ പ്ലീനി അല്ലെങ്കിൽ ഇവരൊക്കെ രേഖകളിൽ നിന്നും നമുക്ക് കിട്ടണം. അതിന് പുറമെ തന്നെ ഈ ഏഴിമല ഭാഗത്ത് ഒരു ചെറിയ സ്വർണ്ണഖനി ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത്തരം നാണയങ്ങൾക്ക് കച്ചവടക്കാരുടെ ഇടയിലോ സാധാരണക്കാരെ ജനങ്ങളിലോ സ്വാധീനം. കാരണം ഇത് പരിശുദ്ധമായ സ്വർണ്ണാഭരണം. പൊട്ടിച്ചു നോക്കിയാലും വെട്ടി നോക്കിയാലും ആദ്യമൊക്കെ അവർ വെട്ടി നോക്കി ഗിൽഡുകള്.
ഈ നമ്മൾ വ്യാപാരി അസോസിയേഷൻ. പിന്നീട് അത് നിർത്തി. കാരണം എന്താ, റോമൻ നാണയം കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ നാണയങ്ങൾ കിട്ടുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, അന്ന് കാലത്തും സിറിയൻ ക്രിസ്ത്യൻസ് ഉണ്ട്. ഏകദേശം 1847 കിട്ടിയ മറ്റേ കോട്ടയം ഹോഡ് എന്ന് പറഞ്ഞാൽ ഇരട്ടിപ്പുഴയുടെ തീരത്ത് കിട്ടിയ സ്ഥലത്ത് മണലരിക്കാൻ പോകും. ഈ മണലരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടുന്ന് ഒഴുകി വരുന്ന നദിയിൽ സ്വർണ്ണത്തരികളുണ്ട്. അപ്പൊ ഈ സിറിയൻ ക്രിസ്ത്യൻസ് അവിടെ ചെന്ന് സ്വർണ്ണം അരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നദീതീരത്തുനിന്ന് ഈ വലിയ ശേഖരം കിട്ടിയത്. 14,000 ഓറിയസ് ഉണ്ടായിരുന്നു അതില്. ഈ 14,000 ഓറിയസിൽ 78 തിരുവിതാംകൂർ രാജാവ് അടിച്ചിട്ടുണ്ടെന്ന്. അന്നത്തെ ഉത്രം തിരുനാൾ ആവണം. അവിടേക്ക് 78 നാണയം കടത്തിപ്പോയി ബ്രിട്ടീഷുകാരായിട്ടുള്ള കോണ്ടാക്റ്റില്. അപ്പൊ ശക്തരും അധികാരികളും ഒക്കെ ഈ റോമൻ നാണയങ്ങൾ കൈവശം വെച്ചു. സാധാരണക്കാരായ ജനങ്ങൾ എന്ത് ചെയ്തു, ട്രേഡേഴ്സ്, മറ്റേ സ്വർണ്ണ വ്യാപാരികൾ അരിച്ചെന്നിട്ട് ഇന്നൊക്കെയുള്ള ചോറും അതിനു വേണ്ട കറികൾക്കുള്ള സാധനങ്ങൾ മേടിച്ച് ഓരോ സ്വർണ്ണ നാണയം എടുത്തു കൊടുത്തു. അപ്പൊ ഇതൊക്കെ നശിച്ചു. അതുകൊണ്ട് തന്നെയാണ് ആധുനിക കാലഘട്ടം വരെ, ഏകദേശം 1970 വരെ നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, റോമൻ നാണയം കച്ചവടം നടത്തി ചതിച്ചു പറ്റിച്ചു എന്നൊക്കെ. അത് പലരും നമ്മളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഈവൻ വള്ളുവള്ളി നാണയം നമുക്ക് കിട്ടിയത് അറിയാം. 1953 ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ വള്ളുവള്ളി നാണയം കിട്ടിയത്. പക്ഷെ നമുക്കത് ശേഖരിക്കാനുള്ള അതിനെ കുറിച്ചിട്ടുള്ള സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതുകൊണ്ട് അവിടെ പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടുന്ന് കിട്ടിയ നാണയങ്ങൾ ഇവർ മണലരിപ്പുകാർക്കാണ് കിട്ടിയത്. അപ്പൊ ഈ സിറിയൻ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഒരു പാരമ്പര്യം വന്നു. ഈ റോമ രാജാക്കന്മാര് എന്ന് പറഞ്ഞ വിദേശ രാജ്യങ്ങൾ ആ നാണയങ്ങള് ഒരു സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിൽ ശേഖരിച്ചു വെക്കുന്നത് അത് പ്രതാപത്തിന്റെ ചിഹ്നമായിട്ടാണ് കണക്കൂട്ടിയിരുന്നത്. അത് ഏകദേശം 1970 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും സാമ്പത്തിക ശേഷിയുള്ള ക്രിസ്തീയ കുടുംബങ്ങളിലൊക്കെ റോമൻ ഓറിയസ് ഉണ്ടായിരുന്നു. അത് സ്ത്രീകളുടെ കഴുത്തിൽ ധരിക്കുക, അല്ലെങ്കിൽ ശേഖരത്തിൽ ഒരുക്കി ധരിക്കുക. എന്നോട് തന്നെ വളരെ ഉയർന്ന നിലവിലുള്ള കുടുംബങ്ങളിൽ നിന്നും ജോലിക്കാരൊക്കെ ഒരു റോമൻ സ്വർണ്ണ നാണയം കിട്ടുമെന്നൊക്കെ എന്നോട് ആദ്യ കാലത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ ആ ക്രേസ് പോയി. അപ്പൊ സിറിയൻ ക്രിസ്ത്യൻസിന്റെ അവിടെ ജോലി ചെയ്തിരുന്നുകൊണ്ട് അന്ന് കാലത്ത് ക്രിസ്ത്യാനിറ്റി ഉണ്ടോ, അതൊക്കെ വേറൊരു ചോദ്യം, വിദേശത്ത് നിന്നും. അപ്പോൾ അവിടെ നിന്ന് വന്ന നാണയങ്ങൾ ഈ ചന്ദ്രഗിരി പുഴയെന്നും വളപട്ടണം പുഴയെന്നും കല്ലായി പുഴയെന്നും അതിന്റെ തീരത്തുള്ള പോഷക നദികളിൽ നിന്നൊക്കെ ഇന്ന് നമുക്ക് അവിടെ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, വടക്കൻ കേരളത്തിലും പ്രചാരത്തിലും വിനിമയത്തിലും ഉണ്ടായിരുന്നത് അവിടെയും റോമൻ നാണയങ്ങളാണ്. പ്രത്യേകിച്ച് ഈ സ്വർണ്ണ നാണയങ്ങൾ. അഗസ്റ്റസ് സീസറിന്റെ കാലം മുതൽ സെപ്റ്റിമസ് സെവറസ് 161 AD വരെ ഭരിക്കുന്ന കാലഘട്ടത്തിലുള്ള നാണയങ്ങൾ. അഗസ്റ്റസ് സീസർ BC 27. അപ്പൊ 161 188 കൊല്ലം വടക്കൻ കേരളത്തിൽ ഈ നാണയങ്ങൾ തന്നെയാണ് പ്രചാരത്തിലുണ്ടായിരുന്നത്. അപ്പൊ നദീതീരങ്ങളിൽ നിന്നും നദീതടങ്ങളിൽ നിന്നൊക്കെ പുതിയൊരു സംസ്കാരം ഉടലെടുത്തു. ഈ നാണയങ്ങളുടെ ആവിർഭാവത്തോടുകൂടി തന്നെ സമ്പത്ത് എന്താണെന്നും അതെങ്ങനെ വിനിയോഗിക്കണം എന്നൊക്കെ ഈ സാധാരണക്കാരായ വേടരും പറയരും അങ്ങനത്തെ ജനങ്ങൾക്ക് ഇത് മനസ്സിലായി. ഭരിക്കുന്നവരും അത് തന്നെയാണ്. ഭരിക്കുന്ന രാജാക്കന്മാരും ഈ സമൂഹമാണ്. കാരണം എന്താ, ചാതുർവർണ്ണ ഇവിടെ വന്നിട്ടില്ല. കാരണം വടക്ക് നിന്ന് ആര്യൻ അധിനിവേശം ഇവിടേക്ക് വന്നിട്ടില്ല. പകരം ഈ കാലഘട്ടത്തിലേക്ക് കുറേശ്ശെ അരിച്ചരിച്ചു വന്നത് ബൗദ്ധ ജൈന സംസ്കാരമാണ്. അത് വന്നതോടുകൂടി തന്നെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളൊക്കെ വളരെ പാവങ്ങളായി മാറി. കാരണം എന്താ, എല്ലാ ഹിംസയാണ്, അടിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, കുത്താൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സംസ്കാരമാണ് ഈ ചേര രാജാക്കന്മാരുടെയും ഏഴിമല രാജാക്കന്മാരുടെയും കാലശേഷം നിന്നത്. അപ്പൊ ഏഴിമല ഏകദേശം 161 കൂടിയിട്ട് ഏഴിമലയും കഴിഞ്ഞു. ഇവിടെ 150 കൂടിയിട്ട് ചേരന്മാര് അതിന് മുമ്പേ കഴിഞ്ഞു. നാണയങ്ങൾ കിട്ടിയത് വിനിയോഗിച്ചതിന് കൊണ്ടുവന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വടക്കൻ കേരളം, അതായത് മംഗലാപുരം തൊട്ട് ഏകദേശം നമ്മൾ തമിഴ്നാടിന്റെ അതിർത്തി വരെയുള്ള ഒരു ഉൾപ്രദേശം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം മുഴുവനും, അന്ന് കേരളപുത്ര എന്ന് ഇരിക്കുന്ന സ്ഥലം മുഴുവനും നാണയങ്ങളാണ്. പിന്നെ അതിന്റെ ഇടയിൽ അവസാനത്തെ ഒരു നിധിശേഖരം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇയാലെന്നാണ്. ഇയാലെന്ന് കിട്ടിയിട്ടുള്ളത് പറഞ്ഞാൽ ഒന്ന് ജൈനന്മാരുടെ ഗുഹയിൽ നിന്ന് ഒരു 5 റോമൻ വെള്ളി നാണയം കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് നേരിട്ട് കണ്ട് പരിശോധിക്കാനും നമ്മുടെ മ്യൂസിയത്തിലെ ലോക്കർ തുറന്ന് പരിശോധിക്കാനും റോമൻ നാണയങ്ങളെ കുറിച്ച് പഠിക്കാനും അതിന്റെ ഘടനകളും അതിന്റെ കോമ്പോസിഷനും അതിന്റെ വേർഡിങ്സും ഒക്കെ കൃത്യമായിട്ട് അന്നത്തെ കുറേറ്റർ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഞാൻ വീണ്ടും ഒരിക്കൽ ചെന്നപ്പോൾ പറഞ്ഞു ഇതൊക്കെ ഇവിടുന്ന് പോയി മദ്രാസ് മ്യൂസിയത്തിലേക്ക് പോയിരുന്നു. മറ്റ് സ്വർണ്ണ നാണയങ്ങളൊക്കെ നെടുമങ്ങാട് മ്യൂസിയത്തിലേക്ക് പോയി. പിന്നീട് രണ്ടാമത് കിട്ടിയത് തന്നെ ഇയാളിൽ തന്നെ ഒരു കർഷകൻ വാഴത്തേക്ക് തോട് കീറുമ്പോൾ അവിടെ നിന്നും ഏകദേശം ഒരു 78 സ്വർണ്ണ നാണയം കിട്ടി. അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കർഷപ്പണം കിട്ടി. അപ്പൊ കർഷപ്പണത്തിന് ഒരു ചെറിയ സ്വാധീനം ഉണ്ട്. ആലുവയിൽ നിന്ന്, അങ്കമാലിയിൽ നിന്ന്, ഇയാലിൽ നിന്ന് 3 സ്ഥലത്ത് നിന്ന് കർഷപ്പണം കിട്ടി. അപ്പൊ മൗര്യ സാമ്രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ മഹാജനപദങ്ങളുടെ സ്വാധീനം ചെറിയ തോതിൽ അല്ലെങ്കിൽ കച്ചവടക്കാരിൽ നിന്ന് കൈമറിഞ്ഞു വന്ന ശേഖരം പോലും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും മേൽക്കോയ്മ റോമൻ സ്വർണ്ണ നാണയങ്ങൾക്കായിരുന്നു. ഇന്ന് കാലത്ത് നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യ എങ്ങനെയാണ് ഇവിടെ വിനിമയം നടത്തിയിരുന്നത് എന്ന മാതിരി തന്നെയായിരുന്നു. അധികാരമില്ലെങ്കിലും റോമൻ നാണയങ്ങൾക്ക് മാത്രമേ ഇവിടെ പ്രസക്തി ഉണ്ടായിരുന്നുള്ളൂ. റോമൻ നാണയങ്ങൾ മാത്രം ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളൂ. അതിന് പ്രധാന കാരണം അതിന്റെ പരിശുദ്ധി, അതിന്റെ ആഗോള സാധുത. അങ്ങനെ അവിടെ വന്നു റോമൻ സാമ്രാജ്യത്തിന്റെ അധപ്പതനായി.
മാർക്കസ് ഔറേലിയസ് 180 ഭരണം മരിച്ചു. അതോടുകൂടി തന്നെ റോമൻ സാമ്രാജ്യത്തിന്റെ സമ്പത്തും ശക്തിയൊക്കെ ക്ഷയിച്ചു. അന്തഛിദ്രങ്ങളൊക്കെ തുടങ്ങി. ഏകദേശം ഒരു 200 കൊല്ലം കഴിഞ്ഞ് 476 AD റോമ സാമ്രാജ്യം നശിച്ചു. അപ്പൊ ഇതാണ് റോമ സാമ്രാജ്യത്തിന്റെ ഒരു സ്വാധീനം, നാണയങ്ങളുടെ സ്വാധീനം ഇപ്പം നിങ്ങളും പോലും അംഗീകരിക്കുന്നു എനിക്ക് തോന്നുന്നു. കാരണം കൃത്യമായ രേഖകളിൽ നിന്നും നിധികളിൽ നിന്നും ഉത്ഖനനങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് നാണയങ്ങളെ കുറിച്ച് പറയുന്നതുകൊണ്ട് പുരാവസ്തുക്കളെ കുറിച്ച് പറയുന്നില്ല. അന്ന് കാലത്ത് ബിയേഡ്സ്, കൊന്തമായിരുത്ത മാലമണികൾ, അതുമാതിരി തന്നെ പോട്ടറി, അതുമാതിരി തന്നെ സെറാമിക്സ്, അതൊക്കെ കിട്ടും. അതൊക്കെ അവർ കൊണ്ടുവരുന്നത് അവരവിടുന്ന് വൈനും എണ്ണകളാണ് ഇങ്ങോട്ട് കൊണ്ടുവരാം. പാത്രങ്ങള്, മറ്റേ പോട്ടറി, മറ്റേ എന്താ പറയുക, മൺപാത്രങ്ങള്, സെറാമിക് പാത്രങ്ങള്, അതൊക്കെയാണ് നമ്മളിവിടെ മേടിച്ചിരുന്നത്. അപ്പൊ ഇതൊക്കെ മേടിക്കാൻ കഴിഞ്ഞത് ഈ കച്ചവട വ്യവസ്ഥയിൽ നിന്ന്. കുരുമുളക്, കാട്ടിൽ നിന്നിറന്ന കുരുമുളക് ആദ്യമൊക്കെ ഒരു സ്വന്തം ആവശ്യങ്ങൾക്ക് എങ്ങനെയോ മധുരം കൂട്ടി ചേർത്തൊക്കെ കഴിച്ചു എന്നാ പറയണേ. ഉരുളകളാക്കിയിട്ട് കഴിക്കും. വേറെ ഒന്നുമില്ല ചികിത്സ. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ചികിത്സ മധുരം. അപ്പം മധുരമുള്ള എന്തെങ്കിലും ഒരു വസ്തു, കരിമ്പെന്ന് പറയണില്ലേ, അതും ഇതും കൂടി കൂട്ടി ചേർത്ത് ഇടിച്ചിട്ട് ചെറിയ ചെറിയ മണികളായിട്ട് വിഴുങ്ങും. ക്യാൻസർ ആയാലും തലച്ചോറ് പഴുത്താലും ഒക്കെ ഇതാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിച്ചിരുന്ന ഈ കുരുമുളകിന് ആവശ്യക്കാർ വന്നപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളൊക്കെ ഇത് ശേഖരിച്ച് സമ്പത്ത് ശേഖരിച്ച് നല്ലൊരു ജീവിതം നയിച്ചു. പക്ഷെ ചേര സാമ്രാജ്യത്തിന്റെ ശക്തമായ ചേര രാജാക്കന്മാരുടെ പലായനവും ഏഴിമലയിലുള്ള മൂഷിക രാജാക്കന്മാരുടെ പതനവും കൂടി വന്നപ്പോൾ കേരളത്തിൽ നാഥനില്ലാത്തൊരു കാലഘട്ടം വന്നു. ഏകദേശം AD 161 അല്ല 160 180 കേരളം വിസ്മൃതിയിലാണ് എന്നാ പറയുന്നത്. കേരളം ഇൻ ഡാർക്ക് ഏജസ് എന്നാ പറയുന്നത്. ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പോയി. അതിനൊരു മാറ്റം പിന്നീട് വരുന്നത് ശങ്കരാചാര്യരുടെ ജന്മത്തോടും രണ്ടാം ചേര സാമ്രാജ്യം കുലശേഖര ആഴ്വാര് മഹോദയപുരത്ത് തലസ്ഥാനമാക്കിയിട്ട് വാഴുന്നത് വരെയുള്ള കാലഘട്ടത്തെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്നും ഏറ്റവും അധികം ഉത്ഖനനങ്ങളും പര്യവേഷണങ്ങളും നടക്കുന്നത് ഈ 8 നൂറ്റാണ്ട് 6 നൂറ്റാണ്ട് കേരളം എന്തായിരുന്നു എന്ന് പഠിക്കാനാണ്. ആർക്കും ഒരു തെളിവും കിട്ടിയിട്ടില്ല. അപ്പോൾ റോമൻ നാണയങ്ങളുടെ സ്വാധീനം ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി എന്തെങ്കിലും വിട്ടുപോയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇത്രയും നദീതീരങ്ങളിൽ കൂടിയാണ് ഇവരുടെ സംസ്കാരം. പ്രധാനപ്പെട്ട നദികള്, കച്ചവട കേന്ദ്രങ്ങള്, ഇതൊക്കെ നമ്മൾ കടന്നു പോകുന്നു. ഇനിയൊന്നും കടന്നു പോരാനില്ല. ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ 40 കിലോ. 40 കിലോ ഗോൾഡാണ്. കാരണം ഞാൻ ഒരിക്കൽ മുമ്പ്, എനിക്ക് ഈ റോമൻ നാണയങ്ങൾ എന്നും ക്രേസാണ്. ഞാൻ വളരെയധികം റോമൻ നാണയങ്ങൾ വിറ്റിട്ടുണ്ട്. നല്ല വിലയ്ക്കും ഉയർന്ന വിലയ്ക്കൊക്കെയാണ് ഞാൻ വിൽക്കുക. കാരണം വാങ്ങിക്കുന്ന ബയർക്ക് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ നിന്ന് ഞാനൊരു രേഖ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ നമ്മൾ ബ്രിട്ടീഷ് മ്യൂസിയം കുറേറ്റർക്ക് ഇതിന്റെ 2-3 ഫോട്ടോ അയച്ചു കൊടുക്കണം. അതാണ് അവരുടെ റിക്വയർമെന്റ് അന്ന്. അപ്പൊ ഒന്ന് അവരവിടെ കൈവശം വെക്കും, ഒന്ന് നമുക്ക് അയച്ചു തരും, ഒന്ന് നമ്മൾ മേടിക്കുന്ന ആളുടെ പേരിലാണ്. അപ്പൊ സോയൻസോ എന്ന് പറഞ്ഞിട്ട് അവർ ഇന്ന ആൾക്ക് അയച്ചിട്ട് ദിസ് ഈസ് ഇന്ന നാണയം എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, അത് അവര് പറഞ്ഞല്ലോ, അത് കവർ പൊട്ടിച്ച് കഴിഞ്ഞാൽ കാശ് എടുക്കാൻ പറയും. ഞാൻ അങ്ങനെയാണ് റോമൻ നാണയങ്ങൾ വിറ്റാണ്. പിന്നീട് റോമൻ നാണയങ്ങളുടെ ലഭ്യത തീരെ ഇല്ലാണ്ടായി. എനിക്ക് റോമൻ റിപ്പബ്ലിക്കൻ നാണയങ്ങളും നമ്മുടെ എറണാകുളം ക്ലബിൽ നിന്ന് ഒരാളുടെ ഒരു 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ റോമൻ നാണയങ്ങൾ ഏകദേശം ഒരു 10-12 എണ്ണം കിട്ടിയിട്ടുണ്ട്. 10-17 റോമൻ നാണയങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുമാതിരി തന്നെ മാർക്കസ് ഔറേലിയസിന്റെ ഒരു സ്വർണ്ണ നാണയം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഇൻഡോ ഗ്രീക്ക് സ്വർണ്ണ നാണയം. അത് മാത്രമേ പ്രാചീന കാലഘട്ടത്തിലെ ശക്തമായിട്ടുള്ള നാണയങ്ങൾ കിട്ടിയിട്ടുള്ളൂ. ആ ഉണ്ട്, തിരിച്ചറിയാൻ പറഞ്ഞുതരാം. എന്റെ അറിവ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ താലന്ത് പറഞ്ഞില്ല. ഈ താലന്ത് പറയുന്നത് വിനിമയ നാണയമല്ല. അതിപ്പോ ജഹാംഗീർ മറ്റേ ശ്രീധനൊക്കെ കൊടുത്ത മൊഹറുമാരി വലിയൊരു നാണയങ്ങളാണ്. അത് പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് ബൈബിളിലും മറ്റേ ടൈറ്റസിന്റെ കാലത്ത് ജെറൂസലം നഗരം തകർത്തപ്പോ പള്ളിയിൽ നിന്നും കിട്ടി 7 എണ്ണം കിട്ടി, 7 ഇത് കിട്ടി. അപ്പൊ ഇതാണ്. ഇനി റോമൻ നാണയങ്ങളുടെ വ്യാജനെ കുറിച്ചിട്ട് പറയാം. ഈ റോമൻ നാണയങ്ങളുടെ പ്രചാരം കച്ചവടക്കാരുടെ ഇടയിൽ വർദ്ധിച്ചപ്പോൾ കച്ചവടക്കാർ തന്നെ റോമൻ നാണയങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അച്ചടിച്ചു തുടങ്ങി. ഈ ഡ്യൂപ്ലിക്കേറ്റ് അച്ചടിച്ചു തുടങ്ങി. ഒന്നാമതായിട്ട് റോമൻ നാണയങ്ങൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ അഴകും ജീവനാണ്. റോമൻ നാണയങ്ങളാണ് ലോക ചരിത്രത്തില് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് മിന്റിങ്ങില്. 1ാം സ്ഥാനത്ത് ഏതായിരിക്കും? നമ്മളൊക്കെ നാണയം ശേഖരിക്കുന്നവരല്ലേ. ഇവിടെ റോമൻ നാണയം ഗ്രീക്കൊക്കെ ശേഖരിക്കുന്നവരുണ്ട്. പറയും ഏറ്റവും നല്ല അച്ചടി മിന്റിങ് ഏതാണ്? ഇപ്പൊ നമ്മൾ റോയൽ മിന്റ് പറയും ആധുനിക കാലഘട്ടത്തില്. ലക്ഷ്മണനൊക്കെ അറിയാവുന്നല്ലേ? അവരൊന്നല്ല, അതൊന്നും നാണയച്ചടിയില്ല ഗ്രീക്കുകാര്. ഗ്രീക്ക് നാണയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ നാണയമൊക്കെ നമ്മളോട് സംസാരിക്കും, ആ കണ്ണുകൾ ചലിക്കും. അതിന്റെ ഒരു മറ്റു ഭാഗമാണ് റോമക്കാര് തുടങ്ങിയത്. കാരണം ഗ്രീക്കിന്റെ ഒരു സ്വാധീനം റോമിലുണ്ടായിരുന്നു. കാരണം റോമിന് അന്ന് സ്വന്തമായിട്ടൊരു ലാറ്റിൻ ഭാഷാക്രമം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവര് ഗ്രേക്കോ ലാറ്റിൻ ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ നമ്മൾ പറയും മാക്സിം പൊണ്ടിഫ്, റോമൻ നാണയങ്ങൾ കാണാം, സുപ്രീം എംപറർ, അല്ലെങ്കിൽ ടൈ അങ്ങനെയൊക്കെ എഴുതിയിട്ട് മഹാനായ ദിവ്യനായ എന്നൊക്കെ എഴുതും. ഇങ്ങനെയാണ് നാണയങ്ങളുമൊക്കെ കാണാം. അതുമാതിരി തന്നെ ദേവന്മാരുടെ ചിത്രം, അഗസ്റ്റസ് സീസറാണ് ഈ കുട്ടികളില്ലാത്ത വർഷത്തിൽ കുട്ടികളുടെ ചിത്രം, ടൈബീരി സീസർ എന്ന് പറഞ്ഞാൽ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് അമ്മയുടെ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്ത് പല കാലഘട്ടങ്ങളിൽ പോകുന്നുണ്ട്.
അപ്പോൾ ഇവിടെയുള്ള കച്ചവടക്കാർ ഇവരുടെ റിക്വയർമെന്റ് മനസ്സിലാക്കി ഇവര് റോമിൽ വെച്ച് അച്ചടിക്കില്ല, അവിടെ പിടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. അപ്പൊ ഇവര് വരുന്ന കച്ചവട കേന്ദ്രങ്ങളിൽ വന്നിട്ട് അവിടെ ഒരു കച്ചവടത്തിന് വന്നു കഴിഞ്ഞാൽ രണ്ടാം അനുകൂല കാലാവസ്ഥ കിട്ടുന്നത് വരെ ഇവരിവിടെ നിൽക്കും. ഇവർക്ക് തിരിച്ച് അലക്സാണ്ട്രിയയിലേക്ക് എത്തണം. സൂയസ് കനാല് മുറിച്ച് അറ്റ്ലാന്റിക് സമുദ്രം താണ്ടി സൂയസ് കനാല് മുറിച്ച് അലക്സാണ്ട്രിയയിൽ എത്തിയിട്ട് വേണം റോമിലേക്ക് പോകാൻ. എന്നിട്ട് വേണം ഈ ചരക്ക് വിറ്റഴിക്കാൻ. അപ്പൊ ഇവിടെ ചിലപ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മാസമൊക്കെ നിൽക്കേണ്ടി വരും, ചിലപ്പോൾ ഒരു കൊല്ലം നിൽക്കേണ്ടി വരും. ഇപ്പൊ ഇന്ന് ഈ വെള്ളപ്പൊക്കനെ അവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ അവർ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഭാഗത്ത് പറയുന്നില്ല, ഈ നമ്മുടെ കേരളത്തിൽ നിന്നൊന്നും പറയുന്നില്ല, കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും പറയുന്നത് ആന്ധ്ര നെൽക്കിണ്ട അല്ല നെൽക്കിണ്ടല്ല ആന്ധ്രയിലെ ചിറ്റൂര് താലൂക്ക് ആ ഭാഗത്ത് നിന്നൊക്കെയാണ് കിട്ടിയത്. അപ്പൊ അവിടെ ഇരുന്നിട്ടാണ് ഒരു അച്ചടിച്ചേർന്നത്. അത് ബെർഗോസ് എന്ന് പറഞ്ഞൊരു ഒരു ജർമ്മൻ നാണയ റോമൻ നാണയ പണ്ഡിതൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. AD 1-ാം നൂറ്റാണ്ടിൽ 2-ാം നൂറ്റാണ്ടിലൊക്കെ റോമൻ നാണയം. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞാൽ ഗ്രേക്കോ റോമൻ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമമാണ് വായിക്കാൻ. നമുക്ക് കാണുമ്പോൾ ഫെമിലിയർ ആയിട്ട് ഇംഗ്ലീഷ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാലും അത് വായിക്കാൻ വിഷമമാണ്. ടൈ ഡി എന്നൊക്കെ കാണുള്ളൂ. അപ്പൊ നമ്മൾ അച്ചടിക്കുമ്പോൾ ഇത് വെറുതെ കുംഭകോണത്തുള്ള ഒരു ഡൈമേക്കറാക്കി ഉണ്ടാക്കുക, അല്ലെങ്കിൽ സേലത്തൊക്കെ മറ്റേ ഈറോടൊക്കെയുള്ള ഡൈമേക്കർമാരുണ്ടായിരിക്കാം, അവർക്ക് എന്തോരം ഇംഗ്ലീഷിൽ ഞാനുണ്ടാവും. അപ്പൊ ഇവർ എഴുതുമ്പോഴൊക്കെ ഇതൊക്കെ മാറി ഏകദേശം ഇംഗ്ലീഷിന്റെ ചായ്വ് വരും. ഇപ്പൊ D എന്ന് പറയുന്നത് അല്ലെങ്കിൽ I എന്നൊക്കെ എഴുതുമ്പോൾ അത് നമുക്ക് ഇന്നത്തെ മോഡേൺ ഇംഗ്ലീഷ് ആൽഫബറ്റിനോട് വളരെ സാമ്യത തോന്നും. അപ്പൊ റോമൻ വേഡിങ്സ് കാണുമ്പോൾ റോമൻ നാണയങ്ങൾ കാണുന്ന വേഡിങ്സ് ഒക്കെ ആധുനിക ഇംഗ്ലീഷിനോട് സാമ്യത വരും. ഫോർജറി നാണയങ്ങളിൽ ഒന്നാമത്തെ. പിന്നെ ഞാൻ ഇത്ര നാളും പുറമെ പറയാത്ത ചില രഹസ്യങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ്, ഇനിയിപ്പോ നമ്മളത് സൂക്ഷിച്ചു വെച്ചാൽ ഞാൻ നേടിയെടുത്തിട്ടുള്ള റോമൻ നാണയങ്ങളുടെ ആകൃതി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓരോ നാണയങ്ങൾക്ക് ഒരു ആകൃതി ഉണ്ടല്ലോ, നമ്മൾ വട്ടനെയാണ് നീളത്തിനാണെന്ന് അങ്ങനെയാണെന്ന്. റോമൻ നാണയങ്ങളൊക്കെ ഏതെങ്കിലും ഒരു തരത്തിൽ കോഴിമുട്ടയോട് ബന്ധപ്പെട്ടിരിക്കും. അല്ലാതെ റോമൻ നാണയം അടിച്ചിട്ടില്ല. ഒന്നില്ലെങ്കിൽ മുകളിലേക്കായിരിക്കും അല്ലെങ്കിൽ സൈഡിലേക്കായിരിക്കും. അതിനൊരു മുട്ടയുടെ ആകൃതിയെ കാണിക്കുക. പിന്നെ രണ്ടാമതായിട്ട് റോമൻ നാണയങ്ങളുടെ സ്വർണത്തിന്റെ പരിശുദ്ധി അതീവ ബ്രൈറ്റ്നെസ് ഉള്ള യെല്ലോ കളറായിരിക്കും. അല്ലാതെ അതിൽ നമ്മൾ പറയും വെള്ളി ചേർത്ത സ്വർണം ഉത്തരേന്ത്യയിൽ ഉപയോഗിക്കും. ആ നാണയത്തിന്റെ ആ സ്വർണത്തിന്റെ കളറാണ്. കാരണം ഇവര് വെള്ളിയാണ് ചേർത്തിരുന്നത്. അതേ സ്ഥാനത്ത് വെള്ളിയിലാണെന്നുണ്ടെങ്കിലോ കുറേശ്ശെ ഇരുമ്പിന്റെ അയിരം ചേർന്നുണ്ടാവും. അപ്പൊ നാണയത്തിന് ഒരു ഡെൻസിറ്റി കാണും. വെള്ളി നാണയം നമ്മള് 3.6 വെള്ളി നാണയം കയ്യിലെടുത്താലും നമുക്കൊരു 5 ഗ്രാം തോന്നിക്കും. അതിൽ ഇരുമ്പയിരുണ്ട്. അന്നത്തെ മെറ്റലർജി അത്രത്തോളം വികാസം പ്രാപിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും സ്വർണത്തിന് അവർ കൂടുതൽ ആഭിമുഖ്യം കൊടുത്ത് ഏകദേശം 98.5 എത്തിയിട്ടുണ്ട്. വെള്ളി നാണയങ്ങളിൽ അത്ര പറയാൻ പറ്റില്ല. അപ്പൊ രണ്ടാമത് ഈ മെറ്റലർജിയിൽ കാണുന്ന വ്യത്യാസം, പിന്നെ ഉപയോഗിച്ച കൈപ്പെരുമാറ്റം. ഏത് റോമൻ നാണയം കഴിഞ്ഞാൽ ഇപ്പൊ പട്ടണത്തിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ വള്ളുവള്ളിയിൽ നിന്ന് കിട്ടിയ നാണയത്തിന് ഒഴികെ എല്ലാ നാണയങ്ങളും അതീവം മിനുസണ്ടായിരിക്കും, തലതേഞ്ഞുണ്ടാവും. പ്രത്യേകിച്ച് ഏത് ഭാഗമാണ് മുഴച്ചിരിക്കുന്നത് ആ ഭാഗത്താണ് നമ്മുടെ തമ്പ് ചെന്ന് തട്ടുക. ഇന്ന് കാലത്തായിക്കോട്ടെ നമ്മൾ ഒരു 1 രൂപ കോയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡിനോമിനേഷൻ എല്ലാം ഇവിടെ കൈ ചെന്ന് മുട്ട അശോകസ്തംഭത്തുമ്മയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പ്രാചീന നാണയങ്ങളിലൊക്കെ ഈ 2000 വർഷത്തെ അല്ലെങ്കിൽ 1500-2000 വർഷത്തെ സർക്കുലേഷനിൽ നാണയങ്ങൾക്ക് നല്ല തേയ്മാനം വന്നിട്ടുണ്ടാവും. പിന്നെ അതിര്, ഈ നാണയങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള അതിരുണ്ടായിരിക്കില്ല. കാരണം അന്ന് ഹാൻഡ് സ്ട്രക്കാണ്. നാണയം വെച്ച് ചൂടാക്കിയിട്ട് അടിക്കണം. ഈ അടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വശത്ത് ബ്ലേഡിന്റെ കനം ഉണ്ടാവുള്ളൂ, മറുവശത്ത് ചിലപ്പോൾ നമ്മുടെ 5 രൂപയുടെ കനം വരെ തോന്നിക്കുന്ന വലിപ്പം ഒരു പറഞ്ഞെന്ന് മാത്രം, സാമ്യത പറഞ്ഞെന്ന് മാത്രം നമുക്ക് തോന്നിക്കും. അപ്പൊ ഈ നാണയങ്ങളുടെ അരുവശത്ത് കാണുന്ന വേരിയേഷൻസ് കണ്ടാൽ നമുക്കറിയാം. പക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ഈ വേരിയേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു വശത്ത് ബ്ലേഡിന്റെ കനത്തിലും മറുവശത്ത് ആധുനിക നാണയത്തിന്റെ കനത്തിലും ഒരു നാണയം അച്ചടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവര് ഡൈയിലാണ് അടിക്കണേ. ഏകദേശം ഒരേ കനായിരിക്കും ചുറ്റോറും റോമൻ നാണയങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ ഈ 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് റോമൻ നാണയങ്ങൾ. അതിൽ എഴുതിയിട്ടുള്ള ഭാഷകളുടെ സ്വാധീനം. അതിൽ നമ്മൾ കുറച്ചൊക്കെ ഗ്രേക്കോ റോമൻ ഭാഷ പഠിക്കണം. ഈ ഗ്രേക്കോ റോമൻ ഭാഷ പഠിക്കാൻ വലിയ വിഷമമൊന്നുമില്ല. എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയ അത് BI എന്നൊക്കെ നമുക്കത് പെട്ടെന്ന് വളരെ കുറച്ച് ആൽഫബറ്റ് ഉള്ള റോമന്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറെ ശ്രമിച്ചു നോക്കി, കുറച്ചൊക്കെ വായിക്കാൻ പറ്റും. ഗ്രേക്കോ ഇൻഫ്ലുവൻസ് വന്നതുകൊണ്ട് തന്നെ ലാറ്റിനിലെ ഗ്രീക്ക് ഭാഷയും കൂടി വന്നപ്പോൾ ഗ്രേക്കോ റോമൻ വന്നപ്പോൾ നമുക്കത് പറ്റണില്ല. പിന്നെ നമ്മൾ പഠിച്ചതിൽ നിന്ന് അപ്പുറത്തേക്ക് പോയി പഠിക്കാനോ അതിനെ കുറിച്ചിട്ടൊരു പരിവേഷണം നടത്താനോ നമുക്ക് സാധിച്ചിട്ടില്ല. ഇതാ കൂടി നമ്മുടെ മ്യൂസിയത്തിൽ അന്ന് എന്തോ ഫെമിലിയർ ആയിട്ട് വന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അന്ന് പോകും മ്യൂസിയത്തിൽ ഒരു 50-100 പ്രാവശ്യമെങ്കിലും ഞാൻ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലേക്ക് പോകും. പുരാവസ്തുക്കളോടുള്ള സ്നേഹം കൊണ്ടും മറ്റുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് റോമൻ നാണയങ്ങളുടെ ഒരു ചരിത്ര സ്വാധീനം പ്രാചീന കേരളത്തിൽ ഉണ്ടായിരുന്നു. നമുക്ക് ശക്തമായ രേഖകളിൽ കൂടിയും ഉത്ഖനനങ്ങളിൽ കൂടിയും തെളിയിക്കാൻ കഴിഞ്ഞു. ഇനി അടുത്ത്
അതറിഞ്ഞിട്ടില്ല. അത് റോമൻ പൗരന്മാർ അപ്രോക്സിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നതാണ്. റോമൻ സമ്പത്തിന് എനിക്ക് തോന്നുന്നത് ഏകദേശം പോപ്പുലേഷൻ പറയുന്നുണ്ടെങ്കിൽ ബിലോ 20,000 ആയിരിക്കും. പക്ഷെ റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ 5 ലക്ഷം 6 ലക്ഷം ഉണ്ടായിരിക്കും. നല്ലൊരു ചോദ്യമാണ്. ഞാൻ അത് വായിച്ചിട്ട് ഒമിറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു ഭാഗമാണ്. കാരണം പോപ്പുലേഷൻ സ്റ്റഡിയിലേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങേപ്പുറത്തെ പഠനമായി. അപ്പൊ പിന്നെ നമ്മൾ റോമൻ പണ്ഡിതനായി മാറി. പോപ്പുലേഷൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വന്നില്ലേ. അപ്പൊ ഞാൻ പ്രധാനമായിട്ട് രാജാക്കന്മാര്, അവരുടെ ട്രേഡ്, അവരുടെ നാണയങ്ങള്, അതിന്റെ സ്വാധീനങ്ങൾ, ഇതൊക്കെയാണ് വന്നത്. 7.2. അതായത് പ്രാചീന കാലത്തെ, ആധുനിക കാലം ബ്രിട്ടീഷുകാർ വരുന്നത് വരെ പവൻ അതായിരുന്നു വെയിറ്റ്. ബ്രിട്ടീഷുകാരാണ് ആധുനീകരിച്ചിട്ട് അത് 8 ഗ്രാം ആക്കിയത്. അതുമാതിരി തന്നെ ഓറിയസ് എന്നുണ്ടെങ്കിൽ, അല്ല ഡീനാരിയസ് എന്നുണ്ടെങ്കിൽ 3. അത് വലിയ അധികം വ്യത്യാസമൊന്നും വരില്ല. 7.2 എന്ന് പറഞ്ഞാൽ 7.180 ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ 7.2 എന്ന് പറഞ്ഞാൽ 7.2.1 ഉണ്ടായിരിക്കും. അവിടെ നിന്ന് അവർക്ക് പഴക്കില്ല. കൃത്യമായ മെറ്റലർജിയാണ് അവർക്ക്. അതീവ സൗന്ദര്യമുള്ള ഡൈ ആണ് അവരുടെ. റോമൻ നാണയങ്ങളുടെ ശേഖരണത്തെ കുറിച്ചും കൂടി ഒരു സൂചന കൂടി തരാം. ഇപ്പൊ ഏകദേശം പറയുന്നത് നല്ല ഓൾമോസ്റ്റ് UNC കണ്ടീഷനിലാണെങ്കിൽ 4.5 ലക്ഷം രൂപ വിലയുണ്ട്. അതിൽ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ നാണയശേഖരക്കാരൻ ഗിരിരാജനാണ്. ഇല്ല, ഒരിക്കലും മാറില്ല. 3.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3.6 തന്നെയാണ്. അത് തേമാനം വന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും വരില്ല, ഒരിക്കലും മാറില്ല. മാക്സിമം 3.580 അല്ലെങ്കിൽ 3.6.2, അല്ലാണ്ട് 3.65 7 ഒന്നാവില്ല, അല്ലെങ്കിൽ 3.4 3 ഒന്നാവില്ല. ഓറിയസ് അങ്ങനെ തന്നെയാണ്. 7.2 എന്ന് പറഞ്ഞാൽ 7.2 തന്നെയാണ്. ഓറിയസ് ഗോൾഡ്, ദീനാരിയസ് സിൽവർ. ഇല്ല, ഹാഫിനെ കുറിച്ചിട്ട് അധികം പറയണില്ല, ഒന്നിലും പറയണില്ല. പിന്നെ വിഡോസ് മൈറ്റ് എന്നൊക്കെ പറയുന്ന റോമൻ ചെമ്പ് നാണയങ്ങള് വളരെ അപൂർവം കമ്മമറേറ്റീവ് കോയിൻസ്. ഇപ്പൊ വെസ്പേസിയനും ക്ലോഡിയസ് ഒക്കെ കമ്മമറേറ്റീവ് കോയിൻ ഇറക്കിയതിന്റെ ചില ഡാമുകളുടെ ചിത്രമൊക്കെ വെച്ചിട്ട്. പിന്നെ ബ്രോൺസ് നാണയങ്ങള്. പക്ഷെ അതിനൊന്നും കച്ചവടക്കാരുടെ ഇടയിലും സ്വാധീനം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കച്ചവടക്കാർക്ക് ദീനാരിയസും താല്പര്യമില്ല. സ്വർണ്ണം ഉണ്ടോ, ഞങ്ങൾ എന്തും തരാം, കുരുമുളക് തരാം, ഇത് മാത്രമേ ലക്ഷ്യമുള്ളൂ. അല്ലെങ്കിൽ കുരങ്ങനെ തരാം, അല്ലെങ്കിൽ മയിലിനെ തരാം, കളർ കല്ലുകൾ തരാം, ജാതിക്കല്ലുകൾ തരാം. ഇതൊക്കെ അവർ ശേഖരിച്ച് നമ്മുടെ ഈ ചേര സാമ്രാജ്യത്തോട് കൂടിയിട്ട് കൊടുങ്ങല്ലൂരും മൂഷിക രാജാക്കന്മാർ ഏഴിമലയുടെ പതനത്തോട് കൂടിയിട്ട് അത് നശിച്ചു. പിന്നീട് നമ്മൾ കടത്തനാട് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന രാജ്യങ്ങൾ അവിടെ വരുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ചേര സാമ്രാജ്യത്തിന് ശേഷം പിന്നെ ഒന്നും ഉണ്ടായില്ല. നമുക്കൊരു നല്ല രാജവംശം ഉണ്ടായില്ല. പിന്നെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ട്രേഡ് റിലേഷൻ, അതായത് റിപ്പബ്ലിക്കൻ കാലഘട്ടത്തിൽ അഗസ്റ്റസ് സീസറിന് മുൻപ് കാലങ്ങളിൽ വിരലിൽ എണ്ണാവുന്ന കുറച്ച് നാണയങ്ങൾ കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, റിപ്പബ്ലിക്കൻ കോയിൻസ്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ആയിരിക്കില്ല. കാരണം റിപ്പബ്ലിക്കൻ തകർച്ച വരുന്നത് ജൂലിയസ് സീസറുടെ ഭരണത്തോട് കൂടിയിട്ടാണ്. ജൂലിയസ് സീസർ BC 144 വരെയാണ് ജീവിച്ചത്. അപ്പൊ ആ കാലഘട്ടത്തിന് മുമ്പുള്ള നാണയങ്ങൾ കൈമാറ്റ വ്യവസ്ഥയിൽ ഇപ്പൊ കർഷപ്പണം വന്നതുമാതിരി കൈമാറ്റ വ്യവസ്ഥയിൽ പങ്കമലിയിൽ വന്നു. അവിടെ മറ്റേ അഴിമുഖത്തുനിന്ന് ചിലപ്പോൾ ഒരു തോടോ ഒരു പോഷക നദി ഒഴുകുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ വന്ന് ഇവരെ കയ്യിലുള്ളത് അത് കൈമാറ്റം ചെയ്തു എന്നത് മാത്രമേ വിവക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അശോക ചക്രവർത്തി നമ്മൾ ആദ്യമായിട്ട് കേരളപുത്രന്മാരെന്ന് വിളിച്ചു. ഈ കേരളപുത്രന്മാരുടെ കാലത്തെ കളികളാണ് ഇപ്പൊ ഇത് പറഞ്ഞു കഴിച്ചത്. ഇനിയിപ്പോ വേറെ പോയിന്റ് ഒന്നും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കലികുള ആദ്യം പറഞ്ഞില്ലേ. കലികുളേനെ ആദ്യം പറഞ്ഞു. ഫസ്റ്റ് 5 കിങ്സിൽ, അതായത് അഗസ്റ്റസ് സീസർ, ടൈബീരിയസ് സീസർ, കലികുള, ക്ലോഡിയസ്, നീറോ, അത് ആദ്യം പറഞ്ഞു. രണ്ടാമതൊരു വശത്ത് അത് പെട്ടെന്ന് ഓർമ്മ വന്നില്ല എന്ന് മാത്രം. അതൊന്നും അവരൊന്നും മറക്കില്ല. കലികുളേനെ മറക്കില്ല എന്ന് പറയാൻ കാരണം എന്താ അറിയോ? കലികുളേനെ മറക്കില്ല എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഇവിടെ എനിക്ക് ഇതൊന്നും മറക്കില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഇത് വലിയ ഇഷ്ടമാണ്. ഈ കലികുളയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ആനക്കൊമ്പോണ്ടാണ് കലികുളയുടെ കുതിരയ്ക്ക് കുതിരാലയം പണിതത്, സ്റ്റേബിള്. ആ സ്റ്റേബിളിൽ കുതിരാലയത്തിന് പറഞ്ഞിട്ട് സെനറ്റർ പദവി പോലും കൊടുത്തു. റോമൻ സെനറ്റ് കൂടുമ്പോൾ ഈ കുതിരേനെയും കൂടി കൊണ്ടുനിർത്തും. അതാണ് കലികുള. കലികുള വെറും 2 വർഷം ഭരിച്ചുള്ളൂ, AD 41 വരെ. അത് കഴിഞ്ഞപ്പോൾ ക്ലോഡിയസ് ഭരിച്ചു. അത് കഴിഞ്ഞപ്പോൾ നീറോ ചക്രവർത്തി ഭരിച്ചു. അപ്പൊ ആദ്യത്തെ ഒരു ഫാമിലിയാണ് അവർ 5 ആള്. പിന്നത്തെ രണ്ടാമത്തെ സെക്ടർ ഇതാണ്. മൂന്നാമത്തെ അല്ല, ഏറ്റവും വില കൂടിയത്. നീറോ നാണയങ്ങൾക്ക് അതീവ ശക്തി. എന്താ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റോമൻ രാജാക്കന്മാരിൽ എടുത്തു പറയുന്നതും സാധാരണക്കാർ കേട്ടിട്ടുള്ളതും റോമൻ നീറോ ചക്രവർത്തിയെ ക്രൂരതയുടെ പര്യായമായിരുന്നു. നീറോ ചക്രവർത്തി ക്രൂരത നടത്താൻ വെടുക്കുമെടുക്കനായിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളൊക്കെ കൂട്ടക്കൊല ചെയ്തിട്ടുള്ള രാജാവാണ് നീറോ ചക്രവർത്തി. 54 മുതൽ 68 വരെയാണ് നീറോ ചക്രവർത്തി ഭരിച്ചത്. അതായത് ക്ലോഡിയസ് കഴിഞ്ഞപ്പോൾ നീറോ വന്നു. ഈ 68 കഴിഞ്ഞപ്പോൾ തന്നെ
ഇവനെ സെനറ്റ് ഇംപീച്ച് ചെയ്തു. സെനറ്റ് ഇംപീച്ച് ചെയ്തിട്ട് വധശിക്ഷ വിധിച്ചു. അപ്പൊ അന്ന് കാലത്ത് ഇത്ര ശക്തനായിട്ടുള്ള ഒരു റോമൻ രാജാവിനെ സെനറ്റ് ഇംപീച്ച് ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നുണ്ടെങ്കിൽ സെനറ്റിന്റെ പവർ ഒന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെ അവൻ ഒളിച്ചോടി പോയിട്ട് ഗത്യന്തരം ഇല്ലാണ്ട് ആത്മഹത്യ ചെയ്യാണ് നീറോ ചക്രവർത്തി. വെറും 24 വയസ്സ് ഉണ്ടാവുള്ളൂ നീറോ ചക്രവർത്തി. ചെറുപ്പം ചെക്കനായിരുന്നു. അങ്ങനെ നീറോ ചക്രവർത്തിയുടെ മരണം കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തർക്കങ്ങളും 3-4 രാജാക്കന്മാര് ഭരിച്ച റോം ആകെ നാശായി. അത് കഴിഞ്ഞപ്പോഴാണ് വെസ്പേസിയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു രാജാവ് വന്നു. 69 മുതൽ 71 വരെ ഭരിച്ചു. 71 മുതൽ പിന്നെ അടുത്ത രാജാവ് വന്നു, പിന്നത്തെ രാജാവ് വന്നു, അങ്ങനെ വന്ന് മാർക്കസ് ഔറേലിയസ് വരെ വന്നു. അപ്പോൾ ഇതാണ് റോമൻ നാണയങ്ങളുടെ നാണയ ചരിത്രം. അപ്പോൾ നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല, കേരളത്തില് BC 27 മുതൽ അഗസ്റ്റസ് സീസർ ഭരണം ഏറ്റത് മുതൽ മാർക്കസ് ഔറേലിയസിന്റെ 180 വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടുത്തെ വിനിമയം ഉണ്ടായിരുന്ന മറ്റൊരു നാണയത്തിനോ മറ്റൊരു മൂല്യമുള്ള ഒരു വസ്തു ഉണ്ടായിരുന്നില്ല. അത് റോമൻ നാണയങ്ങൾ മാത്രം തന്നെയായിരുന്നു. അത് ചരിത്രം കൃതികളും ഒക്കെ, സംഘകാല കൃതികൾ, മൂഷികവംശങ്ങൾ, ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സുവർണമായ ഭാവി നമുക്കുണ്ടായിരുന്നു. അത് റോമൻ സാമ്രാജ്യത്തിന്റെ പതനല്ല, സാമ്പത്തിക പതനം ഏകദേശം AD 200 കൂടിയിട്ട് അവർ നശിച്ചു. ജൂലിയസ് സീസറും ഉണ്ടാക്കി വെച്ച ഒരൊറ്റ സമ്പത്തുള്ള അവിടെ അത് മുഴുവൻ അടിച്ചു തകർത്തവര്. ഏറ്റവും പണം ചെയ്തു. അതായത് ഈവൻ ചെറിയൊരു പോയിന്റ് പറയാം, ഈ കച്ചവടക്കാരും പട്ടാളക്കാരും എന്ന് യുദ്ധമല്ലേ, ഇവര് തിരിച്ചു വരുമ്പോൾ ഇവരെ ആകർഷിക്കുക എന്നുള്ളതാണ് റോമൻ സ്ത്രീകളുടെ ഒരു പ്രത്യേകത. അപ്പൊ ഈ റോമൻ സ്ത്രീകളുടെ പ്രത്യേകത കഴിഞ്ഞാൽ ഇവര് രാത്രി ഇറങ്ങുള്ള പുറത്തേക്ക്, സമ്പന്ന കുടുംബങ്ങളിലുള്ളത് അവര് മുഴുവൻ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള തുണിത്തരങ്ങൾ, വിദേശത്ത് നിന്ന് നല്ല കനം കുറഞ്ഞ തുണിത്തരങ്ങൾ ഇട്ടിട്ട് അവര് മസ്ലിൻ തുണി ഇട്ടിട്ട് ഇവര് അടിയിൽ ഒന്നും ഇടാണ്ട് പ്രദർശിപ്പിച്ച് നടക്കും ഈ റോമൻ വീതികളിൽ കൂടെ. കാരണം എന്താ, അവർക്ക് ഏറ്റവും നല്ല യോദ്ധാവിനെ കിട്ടണം. അപ്പൊ അങ്ങനെ ഒരു യോദ്ധാവിനെ അട്രാക്ട് ചെയ്തിട്ട് ഇവര് വിവാഹം കഴിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് കാലത്തെ സമ്പത്തിന്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്ക്. ആ കാലഘട്ടം കഴിഞ്ഞു, നീറോന്റെ പതനം, നീറോന്റെ കഴിഞ്ഞോടുകൂടി തന്നെ തളർന്നു. പിന്നെ ഇങ്ങനെ അതിൽ നിന്ന് വന്ന് ഔറേലിയസ് 180 കഴിഞ്ഞു. പിന്നൊക്കെ പൊളീഷൻ ആയിരുന്നു. പ്രിൻസൻ ഒരു മിനിറ്റ്, 5 അല്ല 5 കറക്റ്റാണ്. അതൊരിക്കലല്ല, അത് വായിച്ചോ, കോട്ടയം കോഡിനെ കുറിച്ചിട്ട് പഠിക്കുക. 5 5 തലച്ചുമട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലച്ചുമട് 20 കിലോ. അപ്പൊ 100 കിലോ ഓറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.2. അപ്പൊ 100 കിലോ ഇല്ല, അത് എവിടെയോ വായിച്ചത് പറ്റില്ല. കറക്റ്റായിട്ട് ചരിത്രം തന്നെ പരിശോധിച്ചിട്ട് പറയണം. എവിടെ വായിച്ചെന്ന് പറയാൻ പാടില്ല. നമ്മൾ അതിനെ കുറിച്ച് പഠനം നടത്തി കൃത്യമായിട്ട് തന്നെ പറയണം. അപ്പൊ ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിയർലി 14,000 സ്വർണ്ണ നാണയം കിട്ടി. ആ സ്വർണ്ണ നാണയങ്ങൾ പലതും പലരുടെ കൈവശം ഇരിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി തിരുവിതാംകൂർ ചക്രവർത്തിയുടെ കയ്യിലുണ്ട്. മധ്യ തിരുവിതാംകൂർ എന്ന് പറയാൻ പറ്റില്ല, കേരളത്തിന്റെ വടക്കൻ കേരളം മുഴുവനും മധ്യ കേരളം വരെ. തിരുവിതാംകൂറിലൊന്നും ഇവര് വന്നിട്ടില്ല. ഇവിടുന്ന് കോട്ടയം എന്ന് പറഞ്ഞ കോട്ടയല്ല. ഓക്കെ, സോറി, ഒരു മിനിറ്റ്. കോട്ടയം എന്ന് പറഞ്ഞ് കോട്ടയം എന്ന് പറയുമ്പോൾ അത് ഞാൻ പെട്ടെന്ന് എന്റെ ഒരു തെറ്റാണ്. കോട്ടയം എന്ന് പറയുന്നത് കോട്ടയം താലൂക്ക് വയനാട് ഭാഗത്തുണ്ടായിരുന്നു. പഴശ്ശിയുടെ കോട്ടയം. ആ കോട്ടയത്ത് നിന്നാണ് ഏറ്റവും വലിയ നിധി കിട്ടിയത്. ലോക ചരിത്രത്തിൽ കിട്ടിയതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ റോമൻ നാണയം ഏകദേശം 14,000 സ്വർണ്ണ നാണയം കിട്ടിയത്. അപ്പൊ ഇതാണ് നമ്മൾ ശേഖരിച്ചു വെച്ചതൊക്കെ പുറത്തേക്ക് വിട്ടു. സമാധാനമായി.